2-ാം അധ്യായത്തിന്റെ 42-ാമത്തെ വചനം നമുക്ക് പരിചയമുള്ള വചനമാണല്ലോ. നമുക്ക് അതൊന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിന്റെ 42-ാമത്തെ വചനം. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. മതി. ആദിമസഭയുടെ ഉപദേശവും അവരുടെ ജീവിത രീതികളും എങ്ങനെയായിരുന്നു എന്ന് നമ്മെ ഓർപ്പിക്കുന്ന വചനഭാഗമാണ്. പെന്തക്കോസ്ത് നാളിൽ പത്രോസ് പ്രസംഗിക്കുമ്പോൾ ആ വചനം കേട്ട് ഹൃദയത്തിൽ കുത്തുകൊണ്ട ജനം ചോദിക്കുന്നു, ഞങ്ങൾ എന്ത് ചെയ്യണം? പത്രോസ് പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെടണം, നിങ്ങൾ സ്നാനപ്പെടണം, പിന്നെ അപ്പോൾ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. അതുമാത്രമല്ല, ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? വേർപെടണം. പ്രിയമുള്ളവരെ, ഈ 4 കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ട് അങ്ങനെ വന്നവർ പിന്നെ ചെയ്ത കാര്യമാണ്, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, കൂട്ടായ്മ ആചരിച്ചു, അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചും പോന്നു. അല്ലേ? പ്രാർത്ഥന കഴിച്ചും പോന്നു. ആദിമസഭയെക്കുറിച്ച് നാം വായിക്കുന്നത് ആദിമസഭ പ്രാർത്ഥിക്കുന്ന സഭയായിരുന്നു. ദൈവസഭയുടെ അടിസ്ഥാന ഉപദേശങ്ങളിൽ തന്നെ പ്രാർത്ഥന എന്നുള്ളത് ഒരു വളരെ പ്രാധാന്യതയോടെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആദിമസഭ പ്രാർത്ഥിക്കുന്ന സഭയായിരുന്നു. അപ്പോൾ ദൈവസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആണ് പ്രാർത്ഥന എന്ന് നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായം 9-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വചനം വായിക്കുമ്പോൾ 11ഉം 12ഉം വാക്യങ്ങൾ. കർത്താവ് അവനോട്, നീ എഴുന്നേറ്റ് നേർവീതി എന്ന തെരുവിൽ ചെന്ന് യൂദയുടെ വീട്ടിൽ തർസോസുകാരനായ ശൗൽ എന്ന് പേരുള്ളവനെ അന്വേഷിക്ക. അവൻ പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, ഇവിടെ ശൗലിനെ കുറിച്ച് നാം കാണുമ്പോ താൻ മാനസാന്തരപ്പെട്ടു. ദമസ്കോസിലുള്ള ആളുകളെ, ദൈവമക്കളെ പീഡിപ്പിക്കാൻ വേണ്ടി മഹാപുരോഹിതന്റെ അധികാരപത്രവുമായിട്ട് പോകുന്ന വഴിയിൽ ദൈവം ഇടപെടുന്നു. പ്രിയമുള്ളവരെ, താൻ കണ്ണ് കാണാത്തവനായി ആ നേർവീതി എന്ന തെരുവിൽ പാർക്കുന്ന യൂദയുടെ വീട്ടിൽ താൻ ഇപ്പൊ പാർക്കുകയാണ്. അപ്പോ പ്രിയമുള്ളവരെ, അവിടെ ആയിരിക്കുന്ന ശൗൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ്? പ്രാർത്ഥിക്കുന്നു. താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്താ? പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിച്ചു നോക്കിക്കേ, മാനസാന്തരപ്പെട്ട് വന്നതേ ഉള്ളൂ, ഒരു കൂട്ടായ്മയിൽ പങ്കെടുത്തിട്ടില്ല, ഒരു പ്രസംഗം പോലും കേട്ടിട്ടില്ല, ദൈവവചനം വായിച്ചിട്ടില്ല. ന്യായപ്രമാണമൊന്നും വായിക്കാൻ പറ്റില്ല. കാരണം എന്താണ്? കണ്ണ് കാഴ്ചയില്ല, കണ്ണിന്റെ കാഴ്ച പോയി. അപ്പോ വചനമൊന്നും വായിച്ചിട്ടില്ല. പ്രിയമുള്ളവർ, ഇതൊന്നുമില്ല. പക്ഷെ ഒന്നുമില്ലാതിരിക്കെ താൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലേ? അവിടെ എടുത്തു പറയുന്നു. കാരണം അവൻ പ്രാർത്ഥിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് എഴുതി വെക്കണമെങ്കിൽ നമ്മൾ ചെയ്യുന്നത് പോലെ നമ്മുടെ സന്ധ്യാപ്രാർത്ഥനയും രാവിലത്തെ പ്രാർത്ഥന പോലെ ആയിരിക്കുമോ? അങ്ങനെ ആയിരിക്കുമോ ആ പ്രാർത്ഥന? അല്ല. ശൗൽ എന്തുകൊണ്ടിരിക്കുകയാണ്? ശൗൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മാനസാന്തരപ്പെട്ട ശൗൽ എന്തുകൊണ്ടിരിക്കുന്നു? പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ പ്രിയമുള്ളവരെ, ആ പ്രാർത്ഥനയിൽ എന്തൊക്കെയായിരിക്കാം പ്രാർത്ഥിച്ച് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അങ്ങനെ പ്രാർത്ഥിക്കാൻ തന്നെ പ്രേരിപ്പിച്ചത് ദൈവത്തിന്റെ ആത്മാവായതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാം. കർത്താവേ, എന്താണ് അങ്ങയുടെ ഇഷ്ടം? എന്തിനാണ് എന്നോട് ഇടപെട്ടത്? എന്തിനാ എന്നെ വഴിതിരിച്ചു വിട്ടത്? ഞാൻ എന്താ ചെയ്യണ്ടേ? ഞാൻ എങ്ങോട്ടാ പോകണ്ടേ? ഞാൻ ഇനി എന്താ ചെയ്യണ്ടേ? ഇതൊക്കെ ഒരു പക്ഷേ ദൈവത്തോട് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കാം? ശൗൽ ചോദിക്കുന്നുണ്ടാകാം. അല്ലേ? അത് നമുക്ക് കുറച്ചൊരു വെളിച്ചം കിട്ടുന്നത് 22-ാം അധ്യായത്തിൽ ശൗലിന്റെ മാനസാന്തരം എടുക്കേണ്ട വായിക്കുമ്പോൾ അവിടെ എടുത്തു പറയുന്നുണ്ട്, അനന്യാസ്, സ്വർഗത്തിലെ ദൈവം നിന്നെ തന്റെ ഇഷ്ടം അറിയാൻ വേണ്ടി ഇതിരിക്കുകയാണ്, തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അപ്പൊ പ്രിയമുള്ളവരെ, ആ ദൈവത്തിന്റെ ഇഷ്ടമറിയാനുള്ള ആഗ്രഹം ആർക്കുണ്ടായിരുന്നു?
ശൗലിനുണ്ടായി കാണും. കർത്താവേ, എന്റെ ഇഷ്ടപ്രകാരമാണെങ്കിൽ ഡെമസ്കോസിലുള്ള വിശ്വാസികളെ പീഡിപ്പിക്കാനാണ് ഞാൻ പോയത്, എന്നാൽ അത് നിന്റെ ഇഷ്ടമല്ലല്ലോ, നീ എന്നെ വഴിതിരിച്ചു വിട്ടു, ഇനി നിന്റെ ഇഷ്ടം എന്നെ എന്ത് ചെയ്യണം? അറിയിക്കണം. ശൗൽ എന്ത് ചെയ്യുകയാണ്? ശൗൽ പ്രാർത്ഥിക്കുക. പ്രിയമുള്ളവരെ, നാമും പ്രാർത്ഥിക്കുന്നവരാണ്, നാമും പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവഭക്തന്മാർ പറയുന്ന ഒരു വാക്കുണ്ടത് ഒരുവന്റെ പ്രാണവായു പോലെയാണെന്നാണ്, അല്ലെ? ശ്വാസോച്ഛ്വാസം പോലെയാണ് പ്രാർത്ഥന. പ്രാർത്ഥന ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ മരിക്കുകയാണ്, ആത്മീയമായിട്ട് മരിക്കുകയാണ്. പ്രാർത്ഥിക്കുന്ന വ്യക്തി നിശ്ചയമായിട്ട് എന്ത് ചെയ്യും? ആത്മീയമായിട്ട് ജീവിക്കും. അപ്പോ പ്രാർത്ഥിക്കുക. അപ്പൊ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ നമ്മൾ ഓർക്കുമ്പോ കർത്താവിന്റെ ശിഷ്യനായ യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞ ഒരു വാക്ക്, ഒന്ന് യോഹന്നാന്റെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം നമുക്കോട്ടൊന്ന് വായിക്കാം. അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യം ആകുന്നു. പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോൾ അവിടെ നാം വായിക്കുന്നു, അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു. അപ്പോ പ്രാർത്ഥന ദൈവസഭയെ സംബന്ധിച്ചിടത്തോളം അതിപ്രധാനമായ കാര്യമാണ്. ഇത് എല്ലാവർക്കും അറിയാമെങ്കിലും ഈ നാളുകളിൽ ഏറ്റവും കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഏതാണ്? പ്രാർത്ഥനയാണ്, അല്ലേ? വ്യക്തിപരമായ ജീവിതം എടുത്താൽ അറിയാം, സഭകളെ എടുത്ത് പരിശോധിച്ചാൽ അറിയാം. പ്രിയമുള്ളവർ, ഏറ്റവും കുറവ് വന്നുകൊണ്ടിരിക്കുന്ന കാര്യം പ്രാർത്ഥനയാണ്. അധിക വീടുകളിലും പ്രാർത്ഥന ഒരു ചടങ്ങായി മാറുന്നു. ഒരിക്കലും ഒരു കുടുംബത്തിന്റെ വിഷയങ്ങളുമായി ഇരുന്ന് പേഴ്സണലായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ കുറച്ച് നിഷ്കളങ്കത ഉണ്ടായിരുന്നുകൊണ്ട് അവർ പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥന ശരിക്കും നടന്നിട്ട് നാളുകളായെന്നു. എന്ന് പറഞ്ഞാൽ അപ്പോ അതിന്റെ അർത്ഥം പ്രാർത്ഥിക്കുന്നില്ലെന്നാണോ? എന്തോ ചെയ്യുന്നുണ്ട്. അപ്പന്റെ വഴിക്ക് ഒരു പ്രാർത്ഥനയുണ്ട്, അമ്മയ്ക്ക് അമ്മയുടെ വഴിക്ക്. അതാണോ പ്രാർത്ഥന എന്ന് പറയുന്നത്? കുടുംബമായിട്ട് ഒരുമിച്ചിരുന്ന്, പ്രിയമുള്ളവരെ, കുടുംബമായിട്ട് ഒരുമിച്ചിരിക്കുമ്പോഴും പ്രാർത്ഥന പോകുന്നത് ആരെങ്കിലും ഒരാൾ പ്രാർത്ഥിച്ചു നിർത്തുവാണ്, അല്ലേ? പോരാ, ഒരാത്മാർത്ഥം. ഇനി അങ്ങനെ ഒരു കുടുംബ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഒരു വ്യക്തിപരമായിട്ടെങ്കിലും അല്പസമയമെങ്കിലും പ്രാർത്ഥിക്കാനുള്ള അവസരം, ഇതൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥനയിൽ ഏറ്റവും ഗൗരവമുള്ള ഒരു കാര്യമാണ് ഉപവാസ പ്രാർത്ഥന എന്ന് പറയുന്നത്, അല്ലേ? ഇന്ന് സഭകളിൽ ഏറ്റവും കുറവ് ആളുകൾ പങ്കെടുക്കുന്ന മീറ്റിംഗ് ഏതാണ്? ഉപവാസ പ്രാർത്ഥനയാണ്. ഏറ്റവും കുറവ് ആളുകൾ പങ്കെടുക്കുന്നത്. എന്നാൽ സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മീറ്റിംഗ് ഏതാണ് ശരിക്കും? അല്ലേ? ചിലർ പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ സഭയുടെ ചങ്കാണ്. ഒരു വ്യക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം ഏതാണ്? ഹാർട്ടാണ്, അല്ലേ? ഹാർട്ടിൽ നിന്ന് പോയാലോ? ഹാർട്ടിൽ നിന്നാൽ ചത്തു, അല്ലെ? സംഗതി പോയി എന്ന് പറഞ്ഞതുപോലെ ഒരു സഭയെ സംബന്ധിച്ചിടത്തോളം സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണേത്? ഉപവാസ പ്രാർത്ഥന എന്ന് പറയുന്നത്. പക്ഷെ ഏറ്റവും കുറവ് ആളുകൾ എല്ലായിടത്തും പങ്കെടുക്കുന്നത് ഏതിനാണ്? ഇനി മറിച്ച് ചിന്തിച്ചു നോക്കിക്കേ. അപ്പൊ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ജോലി ചെയ്യുന്ന ആളുകൾക്ക് എങ്ങനെയാ സാധിക്കുന്നേ? ജോലിക്ക് പോകുന്ന ആളുകൾക്ക് എങ്ങനെയാ സാധിക്കുക? ജോലിക്ക് പോകണം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ജോലി ചെയ്തുകൊണ്ടിരുന്ന ആൾ എങ്ങനെയാണ് കല്യാണത്തിന് പോയത്? എങ്ങനെയാണ് മറ്റാവശ്യങ്ങൾക്ക് പോയത്? എങ്ങനെയാ പോയത്? ലീവ് എടുത്തു, അല്ലേ? അപ്പൊ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വേണ്ടി എന്നെങ്കിലും ലീവ് എടുത്തിട്ടുണ്ടോ? എന്നെങ്കിലും നിങ്ങൾ ചിന്തിക്കുക. ഉപവാസ പ്രാർത്ഥന സഭയിൽ നടക്കുമ്പോൾ അത് എന്റെയും കൂടെ ഉത്തരവാദിത്വമാണെന്നറിഞ്ഞ് ഒരു ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ എന്നെങ്കിലും ലീവ് എടുത്തിട്ടുണ്ടോ? എടുത്തിട്ടില്ലെങ്കിൽ അർത്ഥം എന്താണ്? അല്ലേ? എന്ന് ലീവ് എടുത്ത് വരാനായിട്ട് സാധ്യമല്ല, അല്ലേ? അതുകൊണ്ട് നമ്മൾ എന്നും ലീവ് എടുത്ത് കല്യാണത്തിനും പോകുന്നില്ലല്ലോ, ഇല്ലേ? എന്നും ലീവ് എടുത്ത് മറ്റാവശ്യങ്ങൾക്കും പോകുന്നില്ല. നമ്മൾ ജോലിക്ക് തന്നെ പോയി, ജോലിക്ക് പോകണം, പോകാതിരിക്കാൻ കഴിയില്ല. പക്ഷേ നമുക്ക് ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിൽക്കുന്നത് കൊണ്ട്, അല്ലേ? ഒരു സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തെ ഞായറാഴ്ചയാണിന്ന്. പ്രിയമുള്ളവരെ, മാർച്ച് 31 നാളെ ഈ സാമ്പത്തിക വർഷം തീരുകയാണ്. ഈ ഒരു സാമ്പത്തിക വർഷത്തിൽ നമ്മൾ എത്ര ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുത്തു? എത്ര പ്രാർത്ഥനയ്ക്ക് നമ്മൾ പ്രാധാന്യം കൊടുത്തു എന്നുള്ളത് നിങ്ങൾ ഗൗരവമായിട്ട് ഓർക്കണം. പുതിയൊരു സാമ്പത്തിക വർഷം ദൈവമക്കളെ, സഭയുടെ വളർച്ച, വ്യക്തിപരമായ വളർച്ച നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ
ഉപവാസ പ്രാർത്ഥനയ്ക്ക് വലിയ പ്രാധാന്യം നിങ്ങൾ നൽകണം. കാരണം ആദിമ സഭയുടെ ഉപദേശങ്ങളിൽ എടുത്തു പറഞ്ഞിരിക്കുന്നു സഭ എന്തായിരുന്നു? പ്രാർത്ഥിക്കുന്ന സഭയായിരുന്നു. ആ പ്രാർത്ഥനയാണ് ദൈവസഭയെ വളർത്തിയത്. മണ്ടുത്തി നെല്ലങ്കരിയിൽ നമ്മുടെ ഈ സഭയ്ക്ക് വളർച്ച വരുന്നതിന്റെ ഈ വർഷം നമ്മൾ ചിന്തിക്കുന്നത് കുറച്ചുകൂടെ പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തണമെന്നാണ്. ഉപവാസ പ്രാർത്ഥന കുറച്ചുകൂടെ എണ്ണം കൂട്ടണമെന്നാണ് പ്രിയമുള്ളവരെ. കാരണം എന്തിനു വേണ്ടിയാണ്? നമ്മുടെ എന്തെങ്കിലും ആവശ്യം നേടിയെടുക്കാൻ വേണ്ടിയല്ല, ആത്മാക്കൾ വിടുവിക്കപ്പെടാൻ വേണ്ടിയാണ്, ദൈവസഭയുടെ വളർച്ചയ്ക്ക് വേണ്ടിയാണ്, സഭയ്ക്ക് ഒരു വളർച്ച ഉണ്ടാകാൻ വേണ്ടിയാണ്. പ്രാർത്ഥിക്കാൻ ഒരുക്കമാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു കർത്താവിന്റെ പ്രവൃത്തി ഉണ്ടാകും. പോകട്ടെ, നമ്മൾ മടങ്ങി വന്ന വായിച്ച ഭാഗത്തേക്ക് വരികയാണ്. അവിടെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കേണ്ടത്, എങ്ങനെ പ്രാർത്ഥിക്കണം അല്ലേ? ഇവിടെ നാം വായിച്ചത് എന്താണ്? അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ. അപ്പൊ പ്രാർത്ഥന എങ്ങനെ ആയിരിക്കണം? പ്രാർത്ഥന എങ്ങനെ ആയിരിക്കണം? അവന്റെ ഇഷ്ടപ്രകാരമായിരിക്കണം. ഇനി നാം നമ്മുടെ പ്രാർത്ഥന ശ്രദ്ധിച്ചാൽ നമുക്ക് എങ്ങനെയാ പറയാൻ പറ്റുക? നാം അവന്റെ ഇഷ്ടപ്രകാരമാണോ പ്രാർത്ഥിക്കുന്നത്, നമ്മുടെ ഇഷ്ടപ്രകാരമാണോ പ്രാർത്ഥിക്കുന്നത്? ഏതാ ശരി? കൂടുതൽ ശരി ഏതാണ്? നമ്മൾ അധികവും നമ്മുടെ ഇഷ്ടപ്രകാരമാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, നമ്മുടെ ഇഷ്ടങ്ങൾ പ്രാർത്ഥിക്കണ്ടേ എന്നാണ്. നമ്മുടെ ആവശ്യങ്ങൾ എന്ത് ചെയ്യാം? പ്രാർത്ഥിക്കാം. നമുക്ക് ആ ഭാഗത്തേക്ക് വരാം. പക്ഷേ ഇവിടെ യോഹന്നാൻ അപ്പോസ്തലൻ പരിശുദ്ധാത്മാവ് ദൈവസഭയ്ക്ക് വ്യക്തമായി ഈ ആലോചന നൽകുമ്പോൾ അത് നാം വലിയ ഗൗരവത്തോടെ തന്നെ ആ സന്ദേശത്തെ ഏറ്റെടുക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. പ്രിയമുള്ളവരെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണേ, എല്ലാവരും ശ്രദ്ധിക്കണേ. അപ്പോൾ നമ്മുടെ പ്രാർത്ഥന എങ്ങനെ ആയിരിക്കണം? ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമായിരിക്കണം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ദൈവത്തിന്റെ ഇഷ്ടം അറിയുന്നത്? ദൈവത്തിന്റെ ഇഷ്ടം അറിഞ്ഞാലല്ലേ അവന്റെ ഇഷ്ടപ്രകാരം പ്രാർത്ഥിക്കാൻ കഴിയുള്ളൂ അല്ലേ? എങ്ങനെയാണ് നമ്മൾ ദൈവത്തിന്റെ ഇഷ്ടം അറിയുന്നത്? ഉറക്കെ പറഞ്ഞോ? വചനം കേൾക്കുമ്പോ അല്ലേ? എല്ലാവരും അത് കേട്ടല്ലോ. ദൈവ ഇഷ്ടം അറിയുന്നത് എങ്ങനെയാണ്? വചനത്തിൽ. അപ്പോ വചനം വായിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ദൈവ ഇഷ്ടം അറിയാനാണ്. ഈ കഴിഞ്ഞ ആഴ്ച വചനം വായിച്ചിട്ട് എന്തെങ്കിലും ഇഷ്ടം അറിഞ്ഞായിരുന്നോ? കഴിഞ്ഞ ആഴ്ച ഒരാഴ്ച വചനം വായിച്ചപ്പോ നമ്മൾ ദൈവത്തിന്റെ ഇഷ്ടം എന്തെങ്കിലും അറിഞ്ഞായിരുന്നോ? പറയണ്ട, ചിന്തിച്ചാൽ മതി. ഇതൊക്കെ ചിന്തയാണ് ഉള്ളിൽ. അപ്പോ ദൈവ ഇഷ്ടം ഒന്നും വായിച്ചിട്ട് ഒരാഴ്ച വായിച്ചിട്ട് നമുക്കൊന്നും മനസ്സിലായില്ലെങ്കിൽ അല്ലേ, കർത്താവിനോട് പറയണം, കർത്താവേ അങ്ങയുടെ ഇഷ്ടം അറിയാൻ എന്നെ സഹായിക്കണം, പ്രാർത്ഥിക്കണം. അപ്പോ ദൈവ ഇഷ്ടം, പ്രാർത്ഥന നമ്മുടെ ഇഷ്ടപ്രകാരമാകരുത്, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമാകണം. ദൈവ ഇഷ്ടം അറിയാനുള്ള മാർഗം എന്താണ്? റോമാലേഖനം 2-ാം അധ്യായം, നിങ്ങളത് കുറിച്ചാൽ മതി, വായിക്കണ്ട. 2-ാം അധ്യായത്തിന്റെ 17-18 വാക്യങ്ങൾ അവന്റെ ഇഷ്ടം അറിയുന്നത് ദൈവത്തിന്റെ വചനത്തിൽ നിന്നാണെന്ന് അവിടെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. റോമാലേഖനം 12-ന്റെ 2-ാമത്തെ വചനം വായിക്കുമ്പോഴും നമുക്ക് ഈ സന്ദേശം കാണാനായിട്ട് കഴിയും. അവിടെ വായിക്കുന്നത്, നന്മയും പ്രസാദവുമുള്ള ദൈവഹിതം തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി എന്ത് ചെയ്യണം? എന്താ മനസ്സ് പുതുക്കുക എന്ന് പറഞ്ഞാൽ? മനസ്സ് പുതുക്കേണ്ടത് ആരാണ്? നമ്മളാണ്. നമ്മൾ റോമാലേഖനം 11-ാം അധ്യായം ഒരിക്കൽ ചിന്തിച്ചിട്ട് 12-ൽ വന്നിങ്ങനെ നിൽക്കുക, പിന്നെ അത് മുന്നോട്ട് പോകാൻ പറ്റിയിട്ടില്ല. നമുക്ക് ഇനി എന്തെങ്കിലും മുന്നോട്ട് പോകാൻ പറ്റുമായിരിക്കും. എന്നാൽ അതിന്റെ ഒരു പ്രധാന ഭാഗമാണിത്, മനസ്സ് പുതുക്കുക. മനസ്സ് പുതുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാര് ചെയ്യണം? ഇത് വേറെ ആരെങ്കിലും വന്ന് ചെയ്യുമോ? ചെയ്യില്ല, അത് നാം ചെയ്യണം. അപ്പൊ നമ്മൾ എങ്ങനെയാ മനസ്സ് പുതുക്കുന്നത്? മനസ്സ് പുതുക്കുക എന്ന് പറയാൻ നമ്മുടെ മനസ്സിൽ മുഴുവൻ ആരുടെ ഇഷ്ടമാണ് കിടക്കുന്നത്? നമ്മുടെ ഇഷ്ടമാണ് കിടക്കുന്നത്. മനസ്സിൽ മുഴുവൻ നമ്മുടെ ഇഷ്ടമാണ്. നമ്മുടെ ഇഷ്ടം കൊണ്ട് മനസ്സ് നിറഞ്ഞിരിക്കുന്നിടത്തോളം കാലം നമുക്ക് ആരുടെ ഇഷ്ടം അറിയാൻ പറ്റില്ല. ദൈവ ഇഷ്ടം അറിയാനായിട്ട് എന്തുകൊണ്ടാണ് വേദോത്സവം വായിച്ചിട്ട് ദൈവ ഇഷ്ടം അറിയാൻ പറ്റാതെ പോകുന്നേ? വായിച്ച വേദഭാഗത്തൊന്നും ദൈവ ഇഷ്ടം ഇല്ലാത്തത് കൊണ്ടാണോ? അല്ല, നമുക്കത് അറിയാൻ പറ്റാതെ പോകുകയാണ്. കാരണം നമ്മുടെ ഇഷ്ടമാണ്, നമ്മുടെ ഇഷ്ടത്തിനാണ് മുൻതൂക്കം. നമ്മുടെ ഇഷ്ടം കൊണ്ടാണ് മനസ്സ് നിറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ ഓർക്കണേ, ഇത് ഞാൻ ചുമ്മാ നമ്മൾ പറയുകയല്ല. റോമാലേഖനം 12-ന്റെ 1 ശക്തമായ പ്രബോധനമാണ്. എന്താണ് ആ പ്രബോധനം? നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പൂർണ്ണതയും
പ്രസാദവുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി നിങ്ങൾ എന്ത് ചെയ്യണം? മാനസാന്തരം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ മാനസാന്തരം? മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നതാണ് മാനസാന്തരം. അപ്പൊ ദിനംതോറും നടക്കേണ്ടത് എന്താ? ദൈവസഭയ്ക്ക് ദൂത് കൊടുക്കുമ്പോഴെല്ലാം ആവർത്തിച്ചു പറയുന്ന കാര്യമാണ് മാനസാന്തരപ്പെടുക, മാനസാന്തരപ്പെടുക. അപ്പൊ നമ്മൾ ആ മാനസാന്തരപ്പെടുക എന്നുള്ളത് വായിക്കുമ്പോ ഇങ്ങനെ വായിക്കണം: മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. അങ്ങനെ വായിച്ചാൽ തന്നെ ഒരു വ്യത്യാസം ഉണ്ടാവും അല്ലേ? രണ്ടും നമ്മൾ മാനസാന്തരപ്പെടുക എന്ന് വായിക്കുന്നതാണോ കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് തോന്നുക? മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക എന്ന് വായിക്കുന്നതാണോ? ഏതായിരിക്കും? മനസ്സ് പുതുക്കി. നമ്മൾ മാനസാന്തരം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിന്ത, ഞാൻ ഇങ്ങനെ തോന്നുന്നേ ചിലപ്പോൾ അങ്ങനെ ഒരു കാരണം, ഞാൻ മദ്യപാനിയൊന്നും അല്ലല്ലോ, ഞാൻ പണ്ട് മദ്യപാനി ആയിരുന്നു, ഇപ്പൊ ഞാൻ ആരല്ല, മദ്യപാനിയല്ല. ഞാൻ പണ്ട് പല കൊള്ളജായ്മയുണ്ട്, ഇപ്പൊ ഞാൻ അതൊന്നും ഇല്ല. അപ്പൊ ഞാൻ ആരായി? മനസാന്തരപ്പെട്ടു അല്ലേ? കാരണം മനസാന്തരപ്പെട്ടു എന്ന് പെടണമെന്ന് പറയുമ്പോൾ നമ്മുടെ ചിന്തയിൽ ഇങ്ങനെയുള്ള ചില കാര്യത്തിൽ നിന്ന് എന്ത് ചെയ്തു? മാനസാന്തരപ്പെട്ടു എന്ന്. അങ്ങനെയാണെങ്കിൽ പിന്നെ സഭയോട് വീണ്ടും ഒന്ന് പറയണു. നമ്മൾ അങ്ങനെ ചെയ്തു വന്നവരാ സഭയിലേക്ക് വന്നിരിക്കുന്നേ. അപ്പൊ വീണ്ടും പറയുമ്പോൾ ഇവിടത്തെ മാനസാന്തരം എന്താണ്? മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. മനസ്സ് പുതുക്കുമ്പോൾ മനസ്സിൽ നിന്ന് നമ്മുടെ ഇഷ്ടങ്ങൾ മാറ്റിയിട്ട് നമ്മൾ ആരുടെ ഇഷ്ടം ചെയ്യണം? നമ്മൾ ദൈവത്തിന്റെ ഇഷ്ടത്തിലേക്ക് കടന്നു വരാം. ഇഷ്ടമറിയണം. നമ്മളൊന്ന് കേട്ടുകഴിഞ്ഞു. ഇഷ്ടമറിഞ്ഞിട്ട് അല്ലേ നമ്മളത് ചെയ്യണം. ഇഷ്ടമറിയണം. ഇഷ്ടം ദൈവം നമ്മളെ അറിയിക്കും. ആ ഇഷ്ടം നമ്മൾ ചെയ്യുന്നവരാകണം. അപ്പോൾ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ തിരുവെടുത്ത് ഓർപ്പിക്കുന്നത്, നാം പ്രാർത്ഥിക്കുന്ന സഭയായിരിക്കണം. പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ഇഷ്ടപ്രകാരമല്ല, ദൈവ ഇഷ്ടപ്രകാരമാണ്. ദൈവ ഇഷ്ടപ്രകാരമുള്ള പ്രാർത്ഥന എങ്ങനെയാണ് എന്നറിയാനുള്ള മാർഗം എന്താ? മാർഗം ഒന്നേ ഉള്ളൂ. ദൈവജനം പ്രാർത്ഥനയെക്കുറിച്ച് എന്താണ് പറയുന്നത്? പ്രിയമുള്ളവർ, നമ്മൾ ഇന്ന് പകൽ ആ നിലയിലാണ് ആ കാര്യത്തെ ഒന്നുകൂടെ നമ്മളൊന്ന് ചിന്തിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം നമുക്ക് ഒന്നെടുക്കാം. ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 11-ാം അധ്യായം 1-2 വാക്യങ്ങൾ ഒന്ന് വായിച്ചാൽ. അവൻ ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. തീർന്ന ശേഷം ശിഷ്യന്മാരിൽ ഒരുത്തൻ അവനോട്, കർത്താവേ, യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, യേശുവിന്റെ അടുക്കൽ ശിഷ്യന്മാർ ഒരു വലിയ ആവശ്യവുമായിട്ട് വന്നിരിക്കുകയാണ്. അവര് കർത്താവിനോട് ചോദിക്കുന്നത്, യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ. അപ്പൊ ഞാനിങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കി. ഇപ്പോ വേദപുസ്തകത്തിൽ ഒരിടത്തും അത് എഴുതിയിട്ടില്ലെന്നാ എന്റെ ചിന്ത. യോഹന്നാൻ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച കാര്യം എവിടെയെങ്കിലും ഉണ്ടോ സാറേ? വായിച്ചിട്ടില്ല അല്ലേ? എങ്ങും ഇല്ല. പക്ഷെ ഒരു കാര്യം സത്യമാണ്, എഴുതിയിട്ടില്ലെങ്കിലും യോഹന്നാൻ ശിഷ്യന്മാരെ എന്ത് ചെയ്തു? പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. അപ്പൊ യോഹന്നാൻ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. അപ്പോ അങ്ങനെയാണെങ്കിൽ കർത്താവും ഇപ്പൊ ശിഷ്യന്മാരെ എന്ത് ചെയ്യുകയാണ്? പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയാണ് അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു ദൈവസഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന എന്റെയും ഉത്തരവാദിത്വമല്ലേ സഭയെ എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക. അപ്പോ ഒരു ശുശ്രൂഷകൻ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത് തന്റെ ഇഷ്ടപ്രകാരമാണോ? അല്ല. കർത്താവ് പഠിപ്പിച്ചത് എന്താണെന്ന് സഭയെ എന്ത് ചെയ്യുക? ബോധ്യപ്പെടുത്തുക. ബോധ്യപ്പെടുത്തിയിട്ട് ശുശ്രൂഷകനായിരിക്കുന്ന ഞാനും സഭയിലുള്ള ദൈവമക്കളും ഒരുപോലെ ആ നിലയിൽ എന്ത് ചെയ്യണം? നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോ പ്രാർത്ഥന ദൈവ ഇഷ്ടപ്രകാരമാകണമെന്ന് നാം ചിന്തിക്കുമ്പോൾ ആ ദൈവഹിതപ്രകാരമുള്ള പ്രാർത്ഥന എങ്ങനെയാണ് എന്നറിയാൻ ദൈവവചനത്തിലൂടെയാണ് മാർഗം. അത് യേശു പഠിപ്പിച്ച പ്രാർത്ഥനയാണ് അതിന്റെ ഏറ്റവും നല്ല മോഡല് എന്ന് കാണാൻ പറ്റുന്നു. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കേ. ഇവിടെ ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുകയാണ്, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന്. അപ്പോ ഇതുവരെ ഇവർ പ്രാർത്ഥിച്ചിട്ടില്ലേ? യേശുവിന്റെ കൂടെ കുറച്ച് ദിവസം ആയല്ലോ. അപ്പൊ എത്രയായി നമുക്ക് അറിയാൻ പറ്റില്ല. എന്നാലും കുറച്ചു നാളായല്ലോ കൂടെ ആയിട്ട്. അപ്പൊ ഇതുവരെ ശിഷ്യന്മാരൊന്നും പ്രാർത്ഥിക്കുന്നവരല്ലേ? എന്തായിരിക്കും ഉത്തരം? ഇതുവരെ ഒരു പ്രാർത്ഥിച്ചിട്ടില്ലേ? ഉണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ എന്താ ഈ പുതിയ ആശയം മനസ്സിലേക്ക് വന്നേ? കാരണം ഇവിടെ നമ്മൾ വായിക്കുന്നത് യേശു ഒരു സ്ഥലത്ത് എന്ത് ചെയ്തുകൊണ്ടിരുന്നു? പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു.
അല്ലേ? എന്നിട്ട് വായിക്കുന്നു തീർന്ന ശേഷം. അപ്പോ തീർന്ന ശേഷം എന്ന് പറയുകയാണെങ്കിൽ യേശു പ്രാർത്ഥിച്ചത് മുഴുവൻ ഇവർ എന്ത് ചെയ്യുകയാണ്? ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവിന്റെ പ്രാർത്ഥന ഇവർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നപ്പോ അവർക്കൊരു കാര്യം മനസ്സിലായി, ഞങ്ങളുടെ പ്രാർത്ഥനയിൽ എന്തോ കുഴപ്പമുണ്ട്. യേശുവിന്റെ പ്രാർത്ഥനയും ഞങ്ങളുടെ പ്രാർത്ഥനയും തമ്മിൽ എന്താകുന്നില്ല, പൊരുത്തപ്പെടുന്നില്ല. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ എന്തോ കുഴപ്പമുണ്ടെന്ന് ബോധ്യം വന്നപ്പോൾ അവർക്ക് മനസ്സിലായി, ഇനി ഈ കുഴപ്പം വെച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയില്ല, ഇനി പ്രാർത്ഥിക്കുകയാണെങ്കിൽ ശരിക്കുള്ള പ്രാർത്ഥന മതി, അല്ലേ? അതുകൊണ്ട് അവർ എന്ത് ചെയ്തു? അതല്ലേ സത്യം, അല്ലേ? നമ്മൾ ഓർത്ത് നോക്കിക്കേ, നമുക്ക് തോന്നിയിട്ടുണ്ടോ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന്? തോന്നിയിട്ടില്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ സന്ദേശം ഒരു പ്രയോജനവും ചെയ്യില്ല. കുഴപ്പമുണ്ടെന്ന് അതുവരെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ശിഷ്യന്മാർക്ക് തോന്നി, ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് എന്തോ കുഴപ്പമുണ്ട്. കർത്താവ് ആഗ്രഹിച്ചതുപോലെ അല്ലല്ലോ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്നവർക്ക് മനസ്സിലായപ്പോൾ അവർ യേശുവിനോട് പറഞ്ഞു, കർത്താവേ, ഞങ്ങളെ എന്ത് ചെയ്യണം? ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന് പറഞ്ഞു, അല്ലേ? പഠിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോ ശരിക്കും പറഞ്ഞാൽ എന്താ? ബൈബിൾ ക്ലാസ് ആണ്. കർത്താവ് ഞങ്ങൾക്കൊരു ക്ലാസ് എടുത്തു തരണം, പ്രാർത്ഥനയെക്കുറിച്ച് ഒരു ക്ലാസ്. എന്താണ് അടുത്ത ഒരു ക്ലാസ്? എന്തിനെ കുറിച്ചായിരിക്കണം? പ്രാർത്ഥനയെക്കുറിച്ചായിരിക്കണം, അല്ലേ? അപ്പോ കർത്താവ് ഉടനെ ഡേറ്റ് നോക്കി, മക്കളെ 2 ആഴ്ചത്തേക്ക് ഒഴിവൊന്നുമില്ലല്ലോ, ഒരു കാര്യം ചെയ്യാം, 2 ആഴ്ച കഴിഞ്ഞ് ഞാൻ ഒരു ഡേറ്റ് തരാം, അന്ന് പ്രാർത്ഥനയെക്കുറിച്ച് ക്ലാസ്. സ്വാഭാവികമായിട്ട് അങ്ങനെയല്ലേ ഓരോ കാര്യങ്ങൾ. ഇപ്പോൾ ഒരു ശുശ്രൂഷകനോട് പറഞ്ഞാലും ഒരു കാര്യത്തിലൊക്കെ എന്താണ് ഒഴിവ് നോക്കി ഒരു ദിവസം നമ്മൾ നിശ്ചയിക്കുകയാണ്. ഉപവാസ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഒരു ദിവസം നിശ്ചയിക്കുകയാണ്, അല്ലേ? എന്ന് പറഞ്ഞ പോലെ കർത്താവ് പറയുകയാണ്, എന്തായാലും 2 ആഴ്ച ബിസിയാണ്, 2 ആഴ്ച കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം? ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് നിങ്ങളെ പഠിപ്പിക്കാം, ക്ലാസ് എടുത്തു തരാം എന്നാണ് യേശു പറഞ്ഞേ? അല്ല. 2 ദിവസം കഴിയട്ടെന്നാണോ പറഞ്ഞേ? അതുമല്ല. പിന്നെന്താ പറഞ്ഞേ? ഇപ്പൊ തന്നെ എന്ന് പറഞ്ഞാൽ അടുത്തത് ഇനി ഭക്ഷണോ പരിപാടി ഒന്നുമല്ല, ബാക്കിയത്തെ പ്രോഗ്രാം ഒക്കെ കട്ട് ചെയ്തു. കർത്താവിന്റെ മനസ്സിൽ അന്നത്തെ പ്രോഗ്രാം എന്തൊക്കെയാണ് അത് മുഴുവൻ എന്ത് ചെയ്തു? മാറ്റിവെച്ചിട്ട് പ്രാർത്ഥന എന്താണെന്ന് പഠിപ്പിക്കാൻ കർത്താവ് തയ്യാറാകുകയാണ്. എന്തിനാണ് നമ്മൾ ഇങ്ങനെ ചിന്തിക്കുന്നത്? പ്രാർത്ഥനയുടെ ഗൗരവം എത്ര വലുതാണ്. പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമെന്ന് പറയുമ്പോൾ അത് പഠിപ്പിക്കാനുള്ള കർത്താവിന്റെ തൃഷ്ണ, ആഗ്രഹം, ആ ഉത്സാഹം എത്ര വലുതാണ്. കാരണം ഇത് നാളത്തേക്ക് മാറ്റിവെക്കേണ്ട കാര്യമല്ല, ഇത് അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കേണ്ട കാര്യമല്ല, അല്ലേ? പ്രാർത്ഥന നമ്മൾ മാറ്റിവെക്കാറുണ്ടോ? അല്ലേ? എല്ലാ വെള്ളിയാഴ്ചയും ഉപവാസ പ്രാർത്ഥനയുണ്ടല്ലോ, അതുകൊണ്ട് ഇന്ന് പോയില്ലെങ്കിലും കുഴപ്പമില്ല, അടുത്ത വെള്ളിയാഴ്ച നമുക്ക് മാറ്റിവെക്കാൻ പറ്റും, അല്ലേ? സന്ധ്യാപ്രാർത്ഥന പകല് ജോലി തിരക്ക് മുഴുവനായിരുന്നു, അതുകൊണ്ട് എന്ത് ചെയ്യുക? ഇന്ന് പ്രാർത്ഥന ചുരുക്കുക, മാറ്റിവെക്കുക. പക്ഷെ കർത്താവ് മാറ്റിവെച്ചില്ല. തിരക്കിന്റെ ഇടയിൽ, ബദ്ധപ്പാടിന്റെ ഇടയിൽ, നിങ്ങൾ എത്ര പേര് എന്നോട് കൂടെയുണ്ട്? തിരക്കിന്റെ ഇടയിൽ യേശു പറഞ്ഞു പ്രാർത്ഥിക്കാൻ ഇപ്പോൾ തന്നെ, അല്ലേ? ആ പ്രിയമുള്ളവരെ, ഒരു ആഗ്രഹം ആത്മീക തലത്തിൽ കർത്താവിനോട് പറയുമ്പോ കർത്താവ് അപ്പോൾ തന്നെ മത്തായി സുവിശേഷം 6:9 വായിക്കുമ്പോൾ യേശു പറയും, നിങ്ങൾ ഇവണ്ണം എന്ത് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കേണ്ട വിധം അപ്പോൾ തന്നെ കാണിച്ചു കൊടുക്കുകയാണ്. പ്രാർത്ഥിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് കർത്താവ് അപ്പോൾ തന്നെ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ ദൈവവചനമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിൽ കർത്താവിന് വലിയ ഉത്സാഹമായിരുന്നു. ഒരിക്കൽ യേശു ബെഥാന്യയിലെ വീട്ടിൽ മാർത്തയും മറിയയും ഉള്ള ആ വീട്ടിൽ ചെന്നപ്പോ നമ്മൾ വായിക്കുന്നത് എന്താണ്? മാർത്ത എന്ത് ചെയ്തുകൊണ്ടിരുന്നു? കർത്താവിനെ ശുശ്രൂഷിക്കാൻ വേണ്ടി ഓടി നടക്കുവാണ്. മറിയ എന്ത് ചെയ്തു? മറിയ നമ്മൾ വായിക്കുന്നു, അവന്റെ കാൽക്കൽ ഇരുന്ന് വചനം. കഴിഞ്ഞ ദിവസം പെട്ടെന്ന് ഈ കാര്യം മനസ്സിലേക്ക് ഇങ്ങനെ തെളിഞ്ഞു വന്നു. എന്താണെന്നറിയാവോ? മറിയ യേശുവിന്റെ കാൽക്കൽ ഇരുന്ന് വചനം കേട്ടുകൊണ്ടിരുന്നു. എപ്പോ കർത്താവ് എടുക്കുന്ന ബൈബിൾ ക്ലാസ്സിൽ എത്ര ആളുണ്ട് പങ്കെടുക്കുന്നത്? എത്ര പേരുണ്ട് ബൈബിൾ ക്ലാസ്സിൽ? അല്ലേ? മാസത്തെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ ബൈബിൾ ക്ലാസ്സിൽ പങ്കെടുക്കാൻ ഒരു 10-20 പേരൊക്കെ ഉണ്ടെങ്കിൽ ഉത്സാഹം. കുറെ ആളാണെങ്കിലോ ഒരാളെ ഇന്നത്തെ ക്ലാസ്സിൽ വന്നുള്ളൂ. അല്ല, ഈ പ്രാർത്ഥന പോലെ തന്നെയാട്ടോ ബൈബിൾ ക്ലാസ്സും ഇവിടെ തുടങ്ങിയാലും സൂക്ഷിച്ചേ വരുള്ളൂ. കാരണം എന്താണ്? ആദ്യമൊക്കെ നല്ല ആൾക്കൂട്ടമായിരിക്കും, പിന്നെ എന്ത് ചെയ്യും? കുറഞ്ഞ് വരും. കാരണം ഏതിനോട് താല്പര്യമില്ല? ദൈവവചനം പഠിക്കാൻ താല്പര്യമില്ല. പ്രാർത്ഥനയുടെ കാര്യത്തിലും അങ്ങനെയാണ്. അപ്പൊ പിന്നെ കൂടി വരുന്നത് പിന്നെ ഏത് കാര്യത്തിലായിരിക്കും ആളുകൾ? അത് നിങ്ങൾ ചിന്തിച്ചാൽ മതി. ആളുകളുടെ എണ്ണം കൂടുന്ന മീറ്റിംഗ് ഏതാണെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി. അത് ഞാൻ പറയുന്നില്ല.
പക്ഷെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾക്ക് ആൾ എന്ത് ചെയ്യുകയാണ്? പുറകെ. അതുകൊണ്ട് കർത്താവ് ചെയ്ത കാര്യം എന്നറിയാമോ? ഇവിടെ ബഥാനിയിൽ ഒരു വീട്ടിൽ യേശു ബൈബിൾ ക്ലാസ് എടുക്കുമ്പോൾ ഒറ്റയാളേ ഉള്ളൂ. അയ്യോ, ഒരാളുള്ളൂ. അന്ന് നമുക്കിന്ന് പ്രാർത്ഥിച്ചു വരിക. നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ ചിലപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിപ്പോകും, അല്ലേ? ഒരാളായിട്ട് അങ്ങനെ വന്നിട്ടില്ല കേട്ടോ. എന്നാൽ ഞാൻ പറയുക, ഒരാളുള്ളൂ. അന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഇന്നിപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ച് എല്ലാവരും കൂടെ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത മീറ്റിംഗ് നടത്താം. അങ്ങനെയൊക്കെ ചിന്തിച്ചു ശുശ്രൂഷകൻ. കർത്താവ് ഒരാൾക്ക് വേണ്ടി എന്ത് ചെയ്തു? പറഞ്ഞേ, ക്ലാസ് എടുത്തു. ഒരാൾക്ക് വേണ്ടി യേശു ബൈബിൾ ക്ലാസ് എടുത്തെന്ന്. മറിയ എന്ന് ആ വീട്ടിൽ 2 പേരുണ്ട്. ലാസറിന്റെ കാര്യം അവിടെ പറഞ്ഞിട്ടില്ല, പുറത്തൊന്ന് പോയിക്കുമായിരിക്കും. പക്ഷേ 2 പേരുള്ള ഒരാൾ ശ്രദ്ധിക്കുന്നേയില്ല. ഒരാൾ എന്ത് ചെയ്യുന്നില്ല? ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ ഒരാൾ എന്ത് ചെയ്തു? അപ്പോൾ ദൈവവചനം ശ്രദ്ധിക്കാൻ മനസ്സുള്ള ഒരാൾക്ക് വേണ്ടി സമയം മാറ്റിവെച്ച ആളാണ് ആര്? കർത്താവ്. ഞാനിങ്ങനെ ഒരു തമാശ കേട്ടിട്ടുണ്ട്. തമാശയാണേ. ഒരിക്കൽ ഒരു കോട്ടേജ് മീറ്റിങ്ങിന് പ്രസംഗിക്കാനായിട്ട് കോട്ടേജ് മീറ്റിങ്ങിന് ആളുകൾ വന്നില്ല. ആകെപ്പാടെ ഒരാളെ വന്നുള്ളൂ. പാസ്റ്റർക്ക് ഭയങ്കര സങ്കടമായി. പാസ്റ്റർ പറഞ്ഞു, ഇന്നിപ്പോ വിശ്വാസിയായി വന്ന ചാക്കോച്ചൻ ബ്രദറെ, നമ്മളൊന്നും ആരും ഇല്ലല്ലോ, അപ്പോ നമുക്ക് ഇപ്പൊ പ്രാർത്ഥിച്ച് എന്ത് ചെയ്യാം? പിരിയാം. ആളുകൾക്ക് വേണ്ടി എല്ലാവരും ഉത്സാഹത്തോടെ വരാൻ വേണ്ടി പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞപ്പോ ഈ ചാക്കോച്ചൻ ബ്രദർ പറഞ്ഞു, പാസ്റ്ററെ, ഞാനൊരു കൃഷിക്കാരനാ, ഞാൻ ആട് വളർത്തുന്നുണ്ട്. എന്റെ തൊഴുത്തിൽ ഒരാടേ ഉള്ളെങ്കിലും ഞാൻ ആടിന് ആഹാരം കൊടുക്കുന്നു. 10 ആടില്ലല്ലോ, അത് ഒരാടല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഇന്നെന്ത് ചെയ്യുന്നില്ല, ആ ആടിന് ആഹാരമില്ലെന്ന് വെക്കില്ല, ഞാൻ ആടിന് ആഹാരം കൊടുക്കും. അപ്പൊ പാസ്റ്റർക്ക് ഭയങ്കര ആവേശമായി. കാരണം ചാക്കോച്ചൻ എത്ര ആവേശത്തോടെയാണ് വചനം കേൾക്കാൻ വന്നത്. വലിയ പാസ്റ്റർക്ക് പ്രസംഗിക്കാൻ. എന്നാൽ നമുക്ക് പ്രസംഗിക്കാം. വചനമൊക്കെ എടുത്ത് 1 മണിക്കൂർ ശക്തമായി പാസ്റ്റർ പ്രസംഗിച്ചു. പ്രസംഗം കഴിഞ്ഞപ്പോൾ പാസ്റ്റർ ചെയ്യുന്നതിനാണെന്നറിയാവോ? ചാക്കോച്ചൻ ബ്രദറിന് സന്തോഷമായത്. പക്ഷെ ചാക്കോച്ചൻ ബ്രദർ ഒന്നിച്ച് പറഞ്ഞു, പാസ്റ്ററെ, ഞാൻ 10 ആടിനുള്ള തീറ്റ ഒരാടിന് തന്നെ കൊടുക്കാറില്ല. 10 ആടിന് കൊടുക്കേണ്ട തീറ്റ എന്ത് ചെയ്യാറില്ലെന്ന് ഒരാടിന് തന്നെ കൊടുക്കൂല. തമാശയാണ്. എന്നാലും ഓർക്കുക, നമ്മൾ ചിന്തിക്കേണ്ട ഗൗരവമുള്ള കാര്യം, ഒരാടേ ഉള്ളെങ്കിലും കർത്താവ് എന്ത് ചെയ്തു? അല്ലേ? ഇവിടെ ശിഷ്യന്മാര് കർത്താവിനോട് പറയുകയാണ്, ഞങ്ങളെ പ്രാർത്ഥിക്കാനായിട്ട് എന്ത് ചെയ്യണം? പഠിപ്പിക്കണം. പ്രിയമുള്ളവർക്ക് ഏറ്റവും ഗൗരവമുള്ള വിഷയമായതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്തു? കർത്താവ് പ്രാർത്ഥിക്കാനായിട്ട് അവരെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇനി നമുക്ക് ആ പ്രാർത്ഥനയെ ഒന്ന് ശ്രദ്ധിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 2 മുതൽ 4 വരെ, അല്ലേ? അത്രയും ഭാഗങ്ങളൊന്ന് വായിച്ചാട്ടെ. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചാട്ടെ. അവൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലേണ്ടിയത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ദിനംപ്രതി തരണമേ. ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾക്ക് കടംപെട്ടിരിക്കുന്ന ഏവനോടും ഞങ്ങളും ക്ഷമിക്കുന്നു. ഞങ്ങളെ പരീക്ഷയിൽ കടത്തരുതേ, ദുഷ്ടങ്കിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. അപ്പോ ഇവിടെ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ എത്ര കാര്യങ്ങളുണ്ട്? യേശു പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലേണ്ടിയത്. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ ചൊല്ലേണ്ടത്? ആദ്യത്തെ കാര്യം, 1 ദൈവത്തോടുള്ള സംബോധന എങ്ങനെയായിരിക്കണം? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. പിന്നെ 2ാമത്തെ കാര്യം, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. 3ാമത്തെ കാര്യം, നിന്റെ രാജ്യം വരണമേ. 4ാമത്തെ കാര്യം, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. 5ാമത്തെ കാര്യം, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ദിനം പ്രതി തരണമേ. 6ാമത്തെ കാര്യം, ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. എന്നിട്ട് പറയുന്നു, ഞങ്ങൾക്ക് കടപ്പെട്ടിരിക്കുന്ന ഏവനോട് ഞങ്ങൾ എന്ത് ചെയ്യുന്നു? ക്ഷമിക്കുന്നു. അപ്പൊ 6ാമത്തെ കാര്യം ഏതാണ്? ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണം. പിന്നെ 7ാമത്തെ കാര്യം, ഞങ്ങളെ പരീക്ഷയിൽ കടത്തരുതേ. 8ാമത്തെ കാര്യം, ദുഷ്ടങ്കിൽ നിന്ന് ഞങ്ങളെ എന്ത് ചെയ്യണം? വിടുവിക്കണം. അപ്പൊ എത്ര കാര്യമുണ്ട്? പ്രാർത്ഥനയിൽ എത്ര വിഷയങ്ങളുണ്ട്? 8 കാര്യങ്ങളുണ്ട്, അല്ലേ? ഈ 8 കാര്യങ്ങളിൽ ആദ്യത്തെ 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അതെങ്ങനെയാണ്? അത് ആരുമായിട്ടുള്ള ബന്ധത്തിലാണ് വരുന്നത്? 1, പ്രാർത്ഥനയിൽ ചൊല്ലേണ്ടിയത്.
നിങ്ങൾ ചെയ്യേണ്ട സംബോധന സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. പിന്നെ നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണം, നിന്റെ രാജ്യം വരണം, നിന്റെ ഇഷ്ടം സ്വർഗത്തിലേക്ക്. അപ്പൊ ഈ 4 കാര്യവും ആരുമായി ബന്ധപ്പെട്ടതാണ്? ദൈവവുമായിട്ട്, ദൈവത്തോടുള്ള ബന്ധത്തിലെ കാര്യമാണ് അല്ലേ. ഇപ്പൊ പ്രാർത്ഥനയുടെ ആരംഭം മുഴുവൻ ആരോടുള്ള ബന്ധത്തിലായിരിക്കണം? ദൈവത്തോടുള്ള ബന്ധത്തിലായിരിക്കും. 4 കാര്യങ്ങൾ ദൈവത്തോട് അല്ലേ. പിന്നെയുള്ള 4 കാര്യം നമ്മോടുള്ള ബന്ധത്തിലാണ്. എന്തൊക്കെയാണ്? ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ, ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കണമേ, ഞങ്ങളെ പരീക്ഷയിൽ കടത്തരുതേ, ദുഷ്ടങ്കിൽ നിന്ന് എന്ത് ചെയ്യണം? ഈ 4 കാര്യം നമ്മുടെ ആവശ്യമാണ് അല്ലേ. അപ്പൊ നമ്മുടെ ആവശ്യം പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ആരുടെ ആവശ്യമോ പ്രാർത്ഥിക്കണ്ടേ? ആരുടെ ഹിതമാണ് പ്രാർത്ഥിക്കേണ്ടേ? അല്ലേ. തിരുവെടുത്ത് പറയുന്നു, 1 യോഹന്നാന്റെ ലേഖനം 5-ാം അധ്യായം 14-ാം വാക്യത്തിൽ, പ്രിയമുള്ളവരെ, ശിഷ്യന്മാരെ യേശു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോ യോഹന്നാന കൂടെ ഉണ്ടായിരുന്നു? യോഹന്നാൻ അപ്പോസ്തലൻ ഉണ്ടായിരുന്നു? അല്ലേ. ഞാൻ അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കൺഫ്യൂഷൻ ആയിപ്പോ. കാരണം ശിഷ്യന്മാരെയല്ലേ പഠിപ്പിച്ചേ. അപ്പൊ യോഹന്നാൻ ആരാണ്? ശിഷ്യനാണ്. അപ്പൊ യോഹന്നാനും പ്രാർത്ഥന എന്ത് ചെയ്തു? പഠിച്ചു അല്ലേ. എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന കാര്യം ആര് പഠിച്ചു? യോഹന്നാൻ അപ്പോസ്തലൻ പഠിച്ചു. അതുകൊണ്ട് ലേഖനം എഴുതിയപ്പോ പറഞ്ഞു, മക്കളെ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോ നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം പ്രാർത്ഥിക്കണോട്ടോ, വെറുതെ സമയം വേസ്റ്റ് ആക്കണ്ട. നിങ്ങളുടെ പ്രാർത്ഥന അവന്റെ ഇഷ്ടപ്രകാരമാകണം. യോഹന്നാൻ അപ്പോസ്തലനെ എവിടെ നിന്നാണ് കർത്താവിന്റെ ദാസൻ ഇത് പഠിച്ചത്? അപ്പോസ്തലൻ പറയൂ, ഞങ്ങളുടെ ഗുരു ഞങ്ങളെ അതാ പഠിപ്പിച്ചേ. ഞങ്ങളുടെ ഗുരു ഞങ്ങളെ പഠിപ്പിച്ചത് ഇങ്ങനെയാണ്. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യണം? അവന്റെ ഇഷ്ടപ്രകാരം പ്രാർത്ഥിക്കണം. അവന്റെ ഇഷ്ടപ്രകാരം പ്രാർത്ഥിക്കുമ്പോൾ അതിൽ തിളങ്ങി നിൽക്കുന്ന കാര്യം എന്താണ്? ആദ്യത്തെ അപേക്ഷ മുഴുവൻ എങ്ങോട്ട് പോകേണ്ടതാ? ആരോടുള്ള ബന്ധത്തിലായിരിക്കണം? ദൈവത്തോടുള്ള ബന്ധത്തിലായിരിക്കണം. മുന്നമേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കണം. പ്രിയമുള്ളവരെ, ആദ്യത്തെ 4 വിഷയം ദൈവത്തോടുള്ള ബന്ധത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അടുത്ത 4 വിഷയം നമ്മോടുള്ള ബന്ധത്തിലാണ്. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുത്താൽ, ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുത്താൽ, ദൈവത്തിന് കൊടുക്കേണ്ട അംഗീകാരം കൊടുത്താൽ ഉറപ്പാണ് നമ്മുടെ കാര്യത്തിലും ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകും. എത്ര പേരത് മനസ്സിലാക്കി പ്രിയമുള്ളവരെ? വചനമല്ലേ, മുമ്പേ അവന്റെ രാജ്യവും നീതിയും. പക്ഷേ നമ്മുടെ പ്രാർത്ഥനയിൽ എന്താണുള്ളത്? അരമണിക്കൂർ പ്രാർത്ഥിച്ചാൽ അല്ലേ, എല്ലാവരുടെയും കാര്യം അല്ലാതെ ഞാൻ പറഞ്ഞു, ഒരു പരിശോധന നടത്തുവാൻ. അരമണിക്കൂറൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടോ? ഉണ്ടാവും അല്ലേ? ശരിക്കുള്ളൂ. നമ്മുടെ പ്രാർത്ഥനയുടെ സമയം ഒന്ന് കൂടി വരണം. നിങ്ങളൊരു വാക്യം ഒന്ന് വായിച്ചേ. 1 പത്രോസിന്റെ ലേഖനം 4:7 ഒന്ന് വായിച്ചേ. 1 പത്രോസ് 4:7. 1 പത്രോസ് 4:7. എന്നാൽ എല്ലാറ്റിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരിക്കും. എല്ലാറ്റിന്റെയും അവസാനം എഴുതിയിരിക്കുന്നു, സമീപിച്ചു എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് നിമിഷത്തിലായിരിക്കുകയാണെന്ന്. അപ്പൊ എല്ലാറ്റിന്റെയും അവസാനം സമീപിച്ചിരിക്കുകയാണെങ്കിൽ ഏതിലാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്? പ്രാർത്ഥനയ്ക്ക്. എങ്ങനെയെങ്കിലും കൊച്ചിനെ കെട്ടിക്കണം, എങ്ങനെയെങ്കിലും വീട് പണി പൂർത്തിയാക്കണം, 2 ദിവസം ഒന്ന് കിടക്കണ്ടേ അല്ലേ? ഇത്രയും കഷ്ടപ്പെട്ടിട്ട് അല്ലേ? ഏതിനാ പ്രാധാന്യം കൊടുക്കണ്ടേ? പ്രാർത്ഥനയ്ക്ക്. പ്രാർത്ഥനയ്ക്ക്. നമ്മൾ ഓർത്തു നോക്കിക്കേ. കാരണം പത്രോസ് അപ്പോസ്തലനെ എന്താ ഇങ്ങനെ എഴുതാൻ കാരണം? ഞങ്ങളുടെ ഗുരു ഞങ്ങളെ അങ്ങനെ പഠിപ്പിച്ചേ. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളെ പഠിപ്പിച്ചത് അങ്ങനെയാണ്. ഞങ്ങളും ഞങ്ങളുടെ ഇഷ്ടപ്രകാരമൊക്കെ പ്രാർത്ഥിച്ചു പോയി. പക്ഷെ ഒരിക്കൽ യേശു പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോ മനസ്സിലായി ഞങ്ങളുടെ പ്രാർത്ഥന ശരിയല്ലെന്ന്. ഞങ്ങൾ ആ കർത്താവിനോട് അപേക്ഷിച്ചു, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാൻ പറഞ്ഞു. അപ്പോ കർത്താവ് ഞങ്ങളെ പഠിപ്പിച്ചു. മക്കളെ, ആ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ മുഖ്യസ്ഥാനം ആർക്കുള്ളതാണ്? കർത്താവിന്റെ കാര്യമാണ്. അതുകൊണ്ട് പറയുന്നത് എല്ലാറ്റിന്റെ അവസാനം സമീപിച്ചിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരും. ദൈവമക്കളെ, വെറുതെ ഒരു കഥ കേൾക്കുന്ന പോലെ ഇത് കേൾക്കരുത്. ഇത് നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കണം. നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ വ്യത്യാസപ്പെടുത്തണം. പ്രിയമുള്ളവർക്ക് ഒന്നുകൂടെ കർത്താവിലേക്ക് അടുക്കാൻ ഇടയാകണം. ഇവിടെ പ്രാർത്ഥനയിൽ തിരുവെടുത്ത് പറയുന്നു, ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുത്താൽ ഉറപ്പാണ് അല്ലേ? 29-ാം സങ്കീർത്തനം അങ്ങനെയല്ലേ നമ്മൾ വായിക്കുന്നേ? 29-ാം സങ്കീർത്തനം 1-ാം വാക്യം ഒന്ന് വായിച്ചേ. ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പീൻ. പിന്നെ യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുപ്പീൻ. പിന്നെ യഹോവയ്ക്ക് അവന്റെ നാമത്തിന് തക്ക
മഹത്വം കൊടുപ്പീൻ. പിന്നെ വിശുദ്ധാലങ്കാരം ധരിച്ച് യഹോവയെ നമസ്കരിപ്പീൻ. വിശുദ്ധാലങ്കാരം ധരിച്ച് യഹോവയെ നമസ്കരിപ്പീൻ. ഇങ്ങനെ ചെയ്താലത്തെ ഗുണം എന്നാ? അവസാനത്തെ വാക്യം വായിച്ചേ. അവസാനത്തെ വാക്യം 29 സങ്കീർത്തനം അവസാനത്തെ വാക്യം. യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകും. ദൈവത്തിന് കൊടുക്കേണ്ടത് അവന്റെ നാമത്തിന് തക്ക മഹത്വം നാം കൊടുത്താൽ ഉറപ്പാണ് യഹോവ തന്റെ ജനത്തിന് എന്ത് ചെയ്യും? ശക്തി നൽകും. അടുത്ത വാക്യം എന്താ? യഹോവ തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും. എഴുതപ്പെട്ട വചനമാണ്. ദൈവമക്കളെ, നമ്മുടെ ആത്മീക ജീവിതത്തിൽ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുത്താൽ, ദൈവത്തിന് കൊടുക്കേണ്ട അംഗീകാരം കൊടുത്താൽ, ദൈവത്തിന് കൊടുക്കേണ്ട മാന്യത കൊടുത്താൽ ഉറപ്പാണ് കർത്താവ് തന്റെ മഹത്വം നമുക്ക് വേണ്ടി വെളിപ്പെടുത്തുമെന്ന്. പ്രിയമുള്ളവരെ, കർത്താവ് അത് പ്രാർത്ഥനയിൽ പഠിപ്പിച്ചു. സങ്കീർത്തനത്തിൽ നമ്മൾ ആ വാക്യം വായിക്കുന്നു. തിരുവെഴുത്തിൽ അത് കാണുന്നു. അപ്പോസ്തലന്മാരെ ലേഖനങ്ങളിലൂടെ അത് പഠിപ്പിച്ചു. എല്ലാറ്റിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യണം? പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരായിരിക്കണം, നിർമ്മതരായിരിക്കണം. സുബോധമുള്ളവരാകുക സമം എന്താണ്? അതിന്റെ അർത്ഥം എന്താ? അവന്റെ ഇഷ്ടപ്രകാരം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന്. അതല്ലേ സുബോധമുള്ള പ്രാർത്ഥന, അല്ലേ? അവന്റെ ഇഷ്ടപ്രകാരം പ്രാർത്ഥിക്കാതെ നമ്മുടെ ഇഷ്ടപ്രകാരം പ്രാർത്ഥിക്കുമ്പോൾ അത് സുബോധമുള്ള പ്രാർത്ഥനയാണോ? ഒരിക്കലും അല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. നമുക്ക് മടങ്ങി വരാം. ഇവിടെ 8 കാര്യങ്ങളിൽ ഒന്നാമത് കാണുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലേണ്ടിയത്. നിങ്ങൾ എങ്ങനെയാണ് ചൊല്ലേണ്ടത്? 2-ാം വാക്യം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലേണ്ടിയത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഒരു വലിയ കാര്യമാണ്. നിങ്ങളൊരു കർത്താവ് ശിശുമാരെ പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലേണ്ടത് എങ്ങനെയാണ് നിങ്ങൾ ദൈവത്തിനെ സംബോധന ചെയ്യേണ്ടത്? എങ്ങനെ പറയണം? നിങ്ങൾ എങ്ങനെ പറയണം ദൈവത്തെ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ശിഷ്യന്മാർ അതുവരെ കേൾക്കാത്തൊരു കാര്യമാണ്, അതുവരെ അവരറിയാത്തൊരു കാര്യമാണ്. സൈന്യങ്ങളുടെ യഹോവേ എന്നൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ കേട്ടിട്ടുണ്ട്. അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായി, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവേ യഹോവേ എന്നൊക്കെ വിളിക്കുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ യേശു പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണം? നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് നിങ്ങളുടെ പിതാവിനോടാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അപ്പൊ പിതാവേ എന്ന് വിളിക്കണമെങ്കിൽ നമ്മൾ ആരായിരിക്കണം? മക്കളായിരിക്കണം, അല്ലേ? അപ്പൊ ശരിക്കും പ്രാർത്ഥിക്കേണ്ടത് ആരാണ്? പ്രാർത്ഥിക്കേണ്ടത് മക്കളാണ്, അല്ലേ? വിഷയം മനസ്സിലായോ? മക്കളാണ് പ്രാർത്ഥിക്കേണ്ടത്. മക്കൾ ആരോട് പ്രാർത്ഥിക്കണം? പിതാവിനോട്. മക്കൾ അപ്പനോട് പ്രാർത്ഥിക്കണം, അല്ലേ? മക്കൾ അപ്പനോ. അപ്പൊ പ്രാർത്ഥനയിൽ പ്രിയമുള്ളവര് നമ്മുടെ ബന്ധം എങ്ങനെ ആയിരിക്കണം? മക്കളും അപ്പനുമായിട്ടുള്ള ബന്ധമാണ്. മക്കൾ അപ്പനോട് പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവർ, എങ്ങനെയാണ് നമ്മൾ മക്കളായി തീരുന്നത്? മക്കളാകുന്ന ആയതെങ്ങനെയാണ്? മക്കളായത് ഒന്നോട് ചിന്തിച്ച്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അധികാരം കൊടുത്തു. അപ്പൊ അധികാരം കൊടുത്തു, അധികാരം കിട്ടി. ശരിക്കും മക്കളായി എന്ന് പറഞ്ഞ ഇല്ലേ? എങ്ങനെയാണ് മകനായത്? അപ്പന്റെ ജനിച്ചത് സിമ്പിളാണ്. പക്ഷെ നമുക്കങ്ങ് ഇല്ലേ? എങ്ങനെയാ മകനാകുന്നത്? വേറെ മാർഗമുണ്ടോ? വേറെ ഒരു മാർഗം കൂടെ ഉണ്ട്, അത് പിന്നെ പറയാം. അപ്പൊ ശരിക്കും മക്കളാകുന്നത് എങ്ങനെയാണ്? ജനനത്തിലൂടെയാണ്. യേശു പറഞ്ഞു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ നിങ്ങൾ കടക്കയില്ല, അല്ലേ? നിങ്ങൾ പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം നിങ്ങൾ കാണുകയില്ല. അപ്പോ പ്രിയമുള്ളവരെ, വീണ്ടും ജനിക്കണം. അപ്പൊ ദൈവമക്കളെ, നമ്മൾ ഉറപ്പ് വരുത്തണം. നമ്മൾ വീണ്ടും ജനിച്ചതിന്റെ ഉറപ്പ്, അല്ലേ? വീണ്ടും ജനിച്ചു എന്നതിന്റെ ഉറപ്പ് എങ്ങനെ വരുത്താൻ പറ്റും? വീണ്ടും ജനിച്ചു എന്ന് നമുക്ക് എങ്ങനെയാ ഉറപ്പാക്കാൻ പറ്റുന്നേ? അല്ലേ? വീണ്ടും ജനിച്ചവന്റെ കാര്യങ്ങൾ വേദോസം പറയുന്നുണ്ട്. ഇന്ന കാര്യങ്ങൾ, വീണ്ടും ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ എന്ന് പറയുന്ന പല കാര്യങ്ങളുണ്ട്. ഓർത്ത് നോക്കിക്കേ.
ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ പാപം ചെയ്യുന്നില്ല. പിന്നെ തന്നെ താൻ സൂക്ഷിക്കുന്നു. പിന്നെ ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ അതെ ദൈവത്തിൽ നിന്ന് ജനിച്ചവനെ സ്നേഹിക്കുമെന്ന. ദൈവത്തിൽ നിന്ന് ജനിച്ചതാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ദൈവത്തിൽ നിന്ന് ജനിച്ച ആള് എന്റെ ആരാണ്? അത് ആ പ്രാർത്ഥനയെ തന്നെ ഉണ്ട് കേട്ടോ. കാരണം യേശു പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലേണ്ടത് സ്വർഗസ്ഥനായ എന്റെ പിതാവേ എന്നാണ് പറഞ്ഞേ, ഞങ്ങളുടെ പിതാവേ. അപ്പൊ ഈ ഞങ്ങളാരാ? ഞങ്ങളാരാണ്? എന്നെ പോലെ വേറെ മക്കൾ ആർക്കുണ്ട്? കർത്താവിനുണ്ട് അല്ലേ? ഞങ്ങളുടെയൊക്കെ പിതാവാണ് അല്ലേ? അപ്പൊ ഈ അപ്പന്റെ മക്കളെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെന്ന് പറയുമ്പോ പ്രിയ നമ്മളൊക്കെ ആരുടെ മക്കളാണ്? ദൈവത്തിൽ നിന്ന് ജനിച്ചവരെല്ലാം ദൈവത്തിന്റെ മക്കളാണ്. നമ്മൾ സഹോദരങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആ ദൈവത്തിൽ നിന്ന് ജനിച്ച സഹോദരനെ എന്ത് ചെയ്യും? സ്നേഹിക്കുമെന്ന്. 1 യോഹന്നാൻ 4:7 വായിച്ചു നോക്കിക്കേ. 1 യോഹന്നാൻ 4-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. 1 യോഹന്നാൻ 4:7. പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കുക. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. അപ്പൊ സ്നേഹിക്കാത്തവനെല്ലാം പറഞ്ഞേ ദൈവത്തിൽ നിന്നല്ല അല്ലേ? സത്യമാണോ? സ്നേഹിക്കുന്നവനെല്ലാം ദൈവമക്കളെ ഗൗരവമാണ് പറഞ്ഞത്. മാനുഷികമായി നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ഈശ വരും. മനുഷ്യനല്ലേ? കാരണം കർത്താവ് പറഞ്ഞു, കോപിച്ചാൽ അതിന്റെ അർത്ഥം എന്നാണ്? കോപം ഉണ്ടാകുമെന്നാണ്. കോപം എന്നൊരു വികാരമല്ല ഉണ്ടാകാം. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? കോപിച്ചാൽ എന്ത് ചെയ്യരുത്? പാപം ചെയ്യരുത് അല്ലേ? പക്ഷേ 1 യോഹന്നാൻ 2:1 വായിക്കുന്നു, ഇനി ഒരുത്തൻ പാപം ചെയ്തു എങ്കിലോ, ഇനിയിപ്പോ കോപിച്ച് പെട്ടെന്നൊരു പാപം ചെയ്തു പോയി, പാപം ചെയ്തു എങ്കിലോ, അങ്ങനെയല്ലേ ചോദ്യം? നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് എവിടെയുണ്ട്? പിതാവിന്റെ അടുക്കലുണ്ട്. പിതാവിന്റെ അടുക്കലുണ്ട് അല്ലേ? അതുകൊണ്ട് എന്ത് ചെയ്യണം? ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണെങ്കിൽ ചെന്നേച്ച് പറയാം, അപ്പാ തെറ്റിപ്പോയി, അങ്ങയുടെ മകനോട് ഞാൻ കോപിച്ചു അല്ലേ? യേശുവിന്റെ രക്തം കൊണ്ട് വീണ്ടെടുത്ത ഒരാളോട് കോപിച്ചു. ഇപ്പൊ ആരുടെ മക്കളോടാ കോപിച്ചേ? ദൈവത്തിന്റെ മകനോടല്ലേ കോപിച്ചേ അല്ലേ? അപ്പൊ ദൈവത്തോട് എന്ത് ചെയ്യുന്നു? നിങ്ങൾ അങ്ങനെ ഒന്ന് ഓർത്ത് നോക്കിക്കേ. നമ്മളെ നമ്മുടെ ഒരു കൂട്ടു സഹോദരനോട് കയർത്ത് സംസാരിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് എതിരെ കൈപ്പുവെച്ചുകൊണ്ടിരിക്കുകയോ ചെയ്യുമ്പോ ആരുടെ മക്കളോടെ കൈപ്പുവെച്ചുകൊണ്ടിരിക്കുന്നേ? ആരുടെ മക്കളോ? പറഞ്ഞേ, ദൈവത്തിന്റെ മക്കളോട്. എന്നിട്ട് ദൈവത്തോട് നമ്മൾ പറയുകയാണ്, കർത്താവേ എന്നോട് എന്ത് ചെയ്യണം? ക്ഷമിക്കുവോ? കർത്താവ് പറയൂലേ, എന്റെ ചോര കൊണ്ട് വീണ്ടെടുത്ത എന്റെ മോനോട് നീ കയ്പം വെച്ചോണ്ടിരുന്നിട്ട് പഞ്ചാര വർത്താനം പറഞ്ഞുകൊണ്ട് വന്നേക്കോ അല്ലേ? നമ്മുടെ ശൈലി പറഞ്ഞ നീ ആദ്യം പോട്ട് എന്ത് ചെയ്യ? എന്റെ മക്കളോട് നീ ക്ഷമിക്കുക, നിരപ്പാക. ഞാൻ ക്ഷമിക്കാം, പക്ഷെ എന്റെ മക്കളോട് ദൈവമക്കളെ ദൈവത്തിൽ നിന്ന് ജനിച്ച മക്കളുണ്ടല്ലോ, വാക്കൊന്നോട് ശ്രദ്ധിച്ചു നോക്കിയ ദൈവത്തിൽ നിന്ന് ജനിച്ചവനെല്ലാം എന്ത് ചെയ്യുന്നു? 1 യോഹന്നാൻ 4:7 വായിച്ചത്, സ്നേഹിക്കുന്ന ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് എന്ത് ചെയ്തിരിക്കുന്നു? ജനിച്ചിരിക്കുന്നു. എപ്പോഴെങ്കിലും ഒരു വീഴ്ച സംഭവിച്ച ദൈവമക്കളെ അത് തിരുത്തും, അത് ഏറ്റുപറയും, അതിൽ തുടരുകയില്ല. ഇനി ലിനിൽ പറഞ്ഞ വചനത്തിലേക്ക് ഒന്നുകൂടെ മടങ്ങി വരിക. ഏതാണ് ലിനിൽ പറഞ്ഞെന്നറിയാമോ? 1 യോഹന്നാൻ 3:9 ബാക്കി ഒന്നുകൂടെ ശ്രദ്ധിക്കപ്പെടേണ്ടിയിരിക്കുന്നു. 1 യോഹന്നാൻ 3:9 ഒന്ന് വായിച്ചേ. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല, അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവനെ പാപം ചെയ്യുവാൻ കഴിയുകയുമില്ല. പ്രിയമുള്ളവരെ, ഈ വാക്യം നമ്മൾ വായിക്കുമ്പോ നമ്മൾ വീണ്ടും ജനിച്ചിട്ടുണ്ടോ? ഒന്ന് പറഞ്ഞോ, അപ്പൊ നമുക്ക് വിഷയം പരിഹരിക്കപ്പെടും. പേടിക്കൊന്നും വേണ്ട, കള്ളം പറയാതിരുന്നാ മതി. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ എന്ത് ചെയ്യുന്നില്ലാണ് വായിച്ചേ? പാപം ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ വീണ്ടും ജനിച്ചിട്ടുണ്ടോ? പാപം ചെയ്യുന്നുമുണ്ട്, വീണ്ടും ജനിച്ചിട്ടുമുണ്ട്. അത് ശരിയാവോ? അല്ലേ? അപ്പൊ ഞാൻ 1 യോഹന്നാൻ 3:9 ഞാനത് പുതിയ ഭാഷാന്തരത്തിൽ ഒന്ന് വായിക്കുവാണ്. അത് വളരെ വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വാക്യമാണ്. അതിങ്ങനെയാണ്, ദൈവത്തിൽ നിന്ന് ജനിച്ചവരാരും പാപം അനുശീലിക്കുന്നില്ല. ദൈവത്തിൽ നിന്ന് ജനിച്ചവനാരും പാപം
അനുശീലിക്കുന്നില്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താ? പാപം ശീലമാക്കുന്നില്ല. മനസ്സിലായോ? പാപം എന്താക്കുന്നില്ല? ശീലമാക്കുന്നില്ല. അപ്പൊ എന്തുണ്ടാകുന്നുണ്ട്? അബദ്ധത്തിൽ പാപം വന്നു പോകുന്നുണ്ട്. പക്ഷെ പാപം ഒരിക്കലും എന്താക്കുന്നില്ല? ശീലമാക്കുന്നില്ല. ചെയ്തു തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ഗൗരവമായി ചിന്തിക്കണം. ചെയ്ത പാപം തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ചിന്തിക്കണം. കാരണം വചനം പറയുന്ന പാപം ശീലമാക്കുന്നില്ല. എന്റെ കാരണം കൂടെ പറയുന്നുണ്ട്. എന്റെ കാരണം എന്നാണെന്നറിയാമോ? അടുത്ത വാക്യം ഇങ്ങനെയാണ്: ദൈവത്തിന്റെ വിത്ത് അവരിൽ വസിക്കുന്നുവല്ലോ. ദൈവത്തിന്റെ വിത്ത് എന്തുകൊണ്ട് പാപം ശീലമാക്കുന്നില്ല? കാരണം വീണ്ടും ജനിച്ചവനിൽ ആരുടെ വിത്തുണ്ട്? ദൈവത്തിന്റെ വിത്തുണ്ട്. ദൈവത്തിന്റെ വിത്ത് എന്താണ്? ഒന്ന് ജീവനാണ്. ദൈവത്തിന്റെ ജീവൻ, അല്ലേ? അതാ വിത്ത്. ഇനി ഈ ജീവൻ എന്തിലാ ഇരിക്കുന്നേ? ദൈവത്തിന്റെ വചനം. അപ്പൊ ദൈവത്തിന്റെ വചനം യഥാർത്ഥമായി ഉള്ളിലുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യില്ല? പാപം ശീലമാക്കില്ല. സത്യമല്ലേ? ഇനി നിങ്ങൾ ആ നിലയിൽ ജീവിക്കുന്ന ദൈവമക്കളുണ്ടല്ലോ, അല്ലേ? നിങ്ങൾ ഓർത്ത് നോക്കിക്കേ. വചനം ഉള്ളിൽ കിടക്കുമ്പോ സഹോദരനോട് ക്ഷമിക്കാതെ ദൈവം എന്റെ പാപം ക്ഷമിക്കില്ല എന്ന ഒരു വചനം ആഴത്തി ഉള്ളിൽ കിടക്കുമ്പോ എത്ര ദിവസം ക്ഷമിക്കാതെ പോകാൻ പറ്റും? ഏതെങ്കിലും ദിവസം സ്വസ്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഈ വിത്ത് ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് എത്ര ദിവസം പ്രാർത്ഥിക്കാൻ പറ്റും? കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ പറഞ്ഞു, എനിക്ക് കാപട്യം കാണിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനൊന്നും പറ്റില്ല. കാരണം ഭാര്യ ഭർത്താവുമായിട്ട് ഇച്ചിരി വഴക്കുണ്ടേ. അപ്പോൾ കാപട്യം കാണിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റില്ല. അതിന് കണ്ടെത്തിയ മാർഗം എന്താണെന്നറിയോ? പ്രാർത്ഥിക്കുന്നില്ല. എളുപ്പമായില്ലോ. അതാണ് മാർഗം. കയ്പുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കാതിരിക്കുകയല്ല, തിരുത്തണം. അപ്പൊ വചനം ഉള്ളിൽ കിടക്കുമ്പോ എന്ത് ചെയ്യുകയാണ്? പ്രാർത്ഥിക്കാതെ പോകാൻ പറ്റുമോ? ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ ഞാൻ ദൈവമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുകയല്ലേ? അപ്പൊ പ്രിയമുള്ള, ഇനി കയ്പ് വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാലോ? അത് കാപട്യമല്ലേ? അപ്പൊ പിന്നെ മാർഗം എന്താ? വചനം ഉള്ളിൽ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആദ്യം പോയി സഹോദരനോട് പറയും, സഹോദരൻ എന്നോട് ക്ഷമിക്കണം. ഭാര്യയോട് പറയും, എന്നോട് ക്ഷമിക്കണം, ഞാൻ അന്നേരത്തെ ദേഷ്യത്തിന് പറഞ്ഞതാ മോളെ, നീ ക്ഷമിക്കുക. ഭർത്താവിനോട് പറയും, ഞാൻ അങ്ങ് പൊട്ടിത്തെറിച്ചു പോയി, എന്നോട് ക്ഷമിക്കുക. വചനം അകത്തുള്ളവൻ പറയും. വചനം അകത്തില്ലെങ്കിലോ? വിത്ത് എന്തുകൊണ്ട് പാപം ശീലമാക്കുന്നില്ല? വചനം പറയുന്നു ദൈവത്തിന്റെ വിത്ത്, അല്ലേ? ദൈവത്തിന്റെ വിത്ത് വചനമാണെന്ന സംശയമുണ്ടോ? ഒരു വിതയ്ക്കാൻ വേണ്ടി എന്ത് ചെയ്തു? പുറപ്പെട്ടു, അല്ലേ? എന്താ വിതച്ചത്? ദൈവത്തിന്റെ വചനം വിതച്ചു. ചിലത് വഴിയരികെ വീണു, മുള്ളിനിടയിൽ വീണു, പാറസ്ഥലത്ത് വീണു, നല്ല നിലത്ത് വീണു. പ്രിയമുള്ളവരെ, നല്ല നിലത്ത് വീണത് മാത്രമേ ഫലം കൊടുത്തുള്ളൂ. അപ്പോ ഫലം കൊടുത്തത് വിത്ത്, ദൈവത്തിന്റെ വചനമാണ്. ആ വചനത്തിലാണ് ജീവൻ. അതുകൊണ്ട് യേശു പറഞ്ഞ, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ആത്മാവും ജീവനുമാണ്. ആ വചനം അകത്ത് കിടക്കുമ്പോ എന്തുണ്ട്? ജീവൻ. ആ ജീവൻ അകത്തുള്ള വ്യക്തി പാപം എന്താകുന്നില്ല. അതാണ് ദൈവത്തിൽ നിന്ന് ജനിച്ചതിന്റെ തെളിവ്. പ്രിയമുള്ളവരെ, പാപം തുടർമാനമായി ചെയ്തിട്ടും അതൊരു വിഷയമേ അല്ലെങ്കിൽ അതിന്റെ അർത്ഥം തിരിച്ചറിയണം. നമ്മൾ വീണ്ടും ജനിച്ചിട്ടില്ല എന്ന ദൈവസന്നിധിയിൽ ഇരുന്ന് കരയണം, ക്രൂശിലേക്ക് നോക്കണം. യേശുവേ, എന്റെ ഉള്ളത്തിലേക്ക് വരണമേ, എന്നിൽ വസിക്കണമേ. ക്രിസ്തു ഉള്ളിൽ വരുമ്പോൾ പ്രിയമുള്ളവരെ, അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ച അവസ്ഥയിൽ നിന്ന് നമുക്ക് ജീവൻ തരും. ഇനി വീണ്ടും ജനിച്ചവരിലും സംഭവിക്കും ഇത്. എങ്ങനെയാണെന്നറിയാമോ? വെളിപ്പാട് പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്, ജീവനുള്ളവനെന്ന് പേരുണ്ടെങ്കിലും മരിച്ചവനാണ്. മരിച്ചവനും പാപത്തിൽ തുടരും, അല്ലേ? കാരണം ജീവൻ പോയാൽ പിന്നെ അവൻ എന്തോ ചെയ്യും? അവൻ പാപം ശീലമാക്കിക്കൊണ്ടിരിക്കും. ഒരിക്കല് പ്രിയമുള്ളവരെ, ഒരു കുടുംബത്തിന്റെ വിഷയം, നിസ്സാര കാര്യത്തിന് അമ്മയും മരുമകനും അനീതിയായിട്ടൊക്കെ വഴക്കുണ്ടായി. പ്രിയമുള്ളവരെ, ഈ മകളും കുടുംബവും കാനഡയിലാണ്. അവർ വലിയ സമ്പന്നതയും ജീവിക്കുകയാണ്. അനീതിയുടെ കല്യാണത്തിന് ഈ പുള്ളി സഹകരിക്കാൻ എന്റെ കാര്യം ഒന്നേ ഉള്ളൂ. അവൻ പറഞ്ഞ ഒരു കാര്യം ഈ അമ്മ ചെയ്തില്ല എന്നുള്ളതാണ്. ഈ അമ്മ പലവട്ടം ഈ മകന്റെ കാല് പിടിച്ചു, ക്ഷമ പറഞ്ഞു, മോനെ നീ ക്ഷമിക്കുക, എനിക്ക് തെറ്റു പറ്റിപ്പോയി. പക്ഷെ അതൊന്നും കേൾക്കാൻ ഈ മകൻ തയ്യാറായില്ല. അനീതിയുടെ കല്യാണമൊക്കെ കഴിഞ്ഞു, നാളുകൾ കഴിഞ്ഞു. ഞാൻ ഈ കാര്യം എന്റെ അടുത്ത് വന്നപ്പോ എനിക്ക് ഈ സഹോദരനോടൊന്ന് സംസാരിക്കണമെന്ന് തോന്നി.
ഞാൻ അദ്ദേഹത്തോട് വിളിച്ച് ദൈവത്തിനൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ വാക്ക് എന്നാന്നറിയോ? പാസ്റ്റേ, അവരോട് ക്ഷമിച്ചിട്ടുള്ള സ്വർഗമൊന്നും എനിക്ക് വേണ്ട. അവരോട് ക്ഷമിച്ചിട്ടുള്ള സ്വർഗം എനിക്ക് വേണ്ട. കാര്യം എന്താണെന്നറിയാമോ? ജീവനുള്ളവനെന്ന് പേരുണ്ട്. ഇപ്പൊ ആരാ? മരിച്ചവനാണ്. അവൻ പാപം എന്ത് ചെയ്യുന്നു? ഇപ്പോ തുടരുന്നു. പാപം ഇപ്പൊ ശീലമാക്കിയിരിക്കുന്നു. ദൈവമക്കളെ, നമ്മുടെ അറിവിന്, നമ്മുടെ ആത്മീയ വർദ്ധനയ്ക്ക് അത് മതിയാകുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. നിങ്ങൾ ആ നിലയിൽ ചിന്തിക്കണം. 1 യോഹന്നാന്റെ ലേഖനം ഞാനൊരു ഹോംവർക്ക് തരികയാണ്. നിങ്ങളത് വായിച്ചിട്ട് ദൈവത്തിൽ നിന്ന് ജനിച്ചതിന്റെ ലക്ഷണങ്ങളൊന്ന് അക്കമിട്ട് എഴുതി അടുത്ത ആഴ്ച ഒന്ന് പറയണേ. 1 യോഹന്നാന്റെ ലേഖനത്തിൽ 5 അധ്യായങ്ങളിൽ ദൈവത്തിൽ നിന്ന് ജനിച്ചതിന്റെ തെളിവുകൾ പറയുന്നുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് വായിച്ച് നമ്മളൊന്ന് നോട്ട് കുറിച്ചു വയ്ക്കണം, സ്വന്തമായിട്ട് കുറിച്ചു വയ്ക്കണം. ഇതൊക്കെയാണ് ദൈവത്തിൽ നിന്ന് ജനിച്ചതിന്റെ തെളിവ്. പോകട്ടെ, നമ്മുടെ വിഷയം ഏതാണ്? പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണം? പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കാനാ കർത്താവ് പറഞ്ഞേ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഇപ്പൊ പിതാവേ എന്ന് വിളിക്കണമെങ്കിൽ നമ്മൾ ആരായിരിക്കണം? നമ്മൾ മക്കളായിരിക്കണം. ഒരു വാക്യം കൂടെ വായിക്കാം. ഗലാത്യ ലേഖനം 4:4 ഒന്ന് വായിച്ചാട്ടെ. ഗലാത്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴ് ജനിച്ചവനായി നിയോഗിച്ചയച്ചത് അവൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിനു തന്നെ. നാം പുത്രത്വം പ്രാപിക്കേണ്ടതിനു. അപ്പൊ എന്തൊക്കെയാ അവിടെ പറഞ്ഞ? കാലസമ്പൂർണത വന്നപ്പോ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴുള്ളവനായി നിയോഗിച്ചയച്ചത് എന്തിനു വേണ്ടിയാണ്? നാം പുത്രത്വം പ്രാപിക്കാനാണ്, നാം മക്കളാകാൻ വേണ്ടിയാണ്. അല്ലെ? എന്തിനാണ് ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ലോകത്തിലേക്ക് അയച്ചത്? ഒറ്റ ഉത്തരം, നാം പുത്രത്വം പ്രാപിക്കാനാണ്. നമ്മൾ ആരാകണം? നമ്മൾ പുത്രത്വം പ്രാപിക്കണം. റോമർ 8:15 കൂടെ വായിക്കാമോ? റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം കൂടെ. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. പ്രിയമുള്ളവരെ, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവ്. പ്രിയമുള്ളവരെ, അവിടെ ഒരു വാക്ക് എടുത്തു പറയുന്നു, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന്. അപ്പൊ ഭയം ഉണ്ടാകുന്നത് ആർക്കാണ്? അല്ലേ? ഈ ബന്ധം കുറയുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്? കാരണം പ്രിയമുള്ളവരെ, ദൈവം എന്റെ പിതാവാണ്. ദൈവത്തെ വിളിക്കേണ്ടത് എങ്ങനെയാണ്? പിതാവേ എന്നാണ് വിളിക്കേണ്ടത്. ദൈവത്തിന്റെ നാമം എന്താണ്? ഞാനാകുന്നവൻ ഞാനാകുന്നു. പിന്നെ യഹോവ എന്നത് ആരുടെ നാമമാണ്? ദൈവത്തിന്റെ നാമമാണ്. അല്ലേ? അപ്പോ സൈന്യങ്ങളുടെ യഹോവേ എന്റെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് പറയുന്നത് തെറ്റാണോ ശരിയാണോ? പറഞ്ഞേ. ശരിയാണ്. അല്ലേ? ശരിയാണെന്ന് തിമോഥെയോസ് പറഞ്ഞു. ശരിയാണെന്ന് ആർക്കൊക്കെ ചിന്തയുണ്ട്? ശരി അല്ലേ? ഇത് ഞാൻ തിമോഥെയോസിനോട് കാര്യം പറയാം കേട്ടോ. അപ്പൊ നിത്യം വന്നിട്ട് പറയുകയാണ്, തിമോത്തി എനിക്കുള്ള അവകാശം തരണം, അല്ലെങ്കിൽ എനിക്ക് ഫീസ് തരണം. ഇങ്ങനെ പറഞ്ഞ ഇഷ്ടമാണോ ഇല്ലയോ? ഇഷ്ടപ്പെടില്ല. അതെന്താ? തിമോത്തി എന്ന് പേരല്ലേ? അല്ല, അവകാശം കൊടുക്കുന്ന വിളിച്ചത് ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ചേ. ഇഷ്ടപ്പെടില്ല. പേര് തിമോത്തി എന്നല്ലേ? അടുപ്പല്ല അങ്ങനെ വിളിക്കുമ്പോ. അല്ലേ? അപ്പൊ പിന്നെ പേര് വിളിക്കുന്ന ആരാ? അപ്പൊ ദൈവത്തെ പേര് വിളിക്കാം, അപ്പനെ പേര് വിളിക്കാൻ പാടില്ല. മിസ്റ്റേക്ക് ഉണ്ടോ എവിടെയെങ്കിലും? നീ അറിയാതെ ഒന്നും ചെയ്തുകൊണ്ട് അപ്പൻ സ്നേഹവാനായതുകൊണ്ടൊന്നും കഴുത്തെ തള്ളുന്നില്ല. പക്ഷെ അപ്പൻ ഇഷ്ടം എന്താ? ഡാഡി, പപ്പ,
പപ്പ എന്നാ വിശേഷം, പപ്പ അല്ലേ? അതാണോ തിമോത്തി? സുഖാണോ? ഏതാ അപ്പനിഷ്ടം? ഇത് നിങ്ങൾ ഇപ്പൊ വായിക്കൊന്നൂടെ വായിച്ചേ. ഏതാ? റോമർ 8:15 ഒന്നൂടെ വായിച്ചേ. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിനെ ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാ. അപ്പൊ നമ്മൾ എങ്ങനെ വിളിക്കണം? എങ്ങനെ വിളിക്കണം? അബ്ബാന്ന് വിളിക്കണം. പൗലോസ് അപ്പോസ്തലനെ ഇത് എവിടെന്നാ കിട്ടിയത്? ഇങ്ങനെ പറയാൻ വെളിപ്പാട് എവിടെന്നാ കിട്ടിയത്? പൗലോസ്ലീഹ പറയും, കർത്താവ് ശിഷ്യന്മാരെ ഇങ്ങനെയാ പഠിപ്പിച്ചത്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലേണ്ടത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നാ പറയേണ്ടത്, അപ്പാന്നാ വിളിക്കേണ്ടത്. ആ ബന്ധം ഉണ്ടാകണം ദൈവമക്കളെ, ആ ബന്ധം ഉണ്ടാകണം. സ്വർഗീയ പിതാവിന്റെ അപ്പനാണ്, സ്വർഗീയ പിതാവിന്റെ അപ്പനാണ്. ഉണ്ട്, അത് തെറ്റല്ല. കാരണം പഴയ നിയമത്തിൽ ഈ ബന്ധമല്ലായിരുന്നു. കാരണം പഴയ നിയമത്തിന്റെ അതുകൊണ്ടാണ് നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. കാരണം ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന എന്താ? വീണ്ടും ജനിപ്പിച്ച് നമ്മൾ ആരാക്കുവാണ് എന്ന ഈ അർത്ഥം അവിടെ ഉണ്ട്. അവിടെയും മക്കൾ എന്നുള്ള നിലയിൽ അപ്പാന്ന് തന്നെ വിളിക്കണമെന്നുണ്ട്. പക്ഷെ അവരത് കേട്ടില്ല. ഒന്ന് വായിച്ചേ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം, യിരെമ്യാ പ്രവചനം അതിന്റെ 3:19 ഒന്ന് വായിക്കാമോ? യിരെമ്യാ പ്രവചനം 3:19. ഞാനോ നിന്നെ ദത്തെടുത്തു, ഞാനോ നിന്നെ ദത്തെടുത്തു, നിനക്ക് ജാതികളുടെ അതിഭംഗിയുള്ള അവകാശമായ മനോഹര ദേശം നൽകേണ്ടതിന് എങ്ങനെ എന്ന് വിചാരിച്ചു. നീ എന്നെ എന്റെ പിതാവേ എന്ന് വിളിക്കും. നീ എന്നെ എന്റെ പിതാവേ എന്ന് വിളിക്കും. എന്നെ വിട്ടു മാറുകയുമില്ല എന്നും ഞാൻ വിചാരിച്ചു. ആരായി പറയുന്നേ? ദൈവം. ഇത് പറയുന്ന ആരാ? വായിച്ചാള് പറഞ്ഞേ. ദൈവം പറയാണ്. ആരോട്? ഇസ്രായേൽ ജനത്തോട്. അപ്പൊ ഇസ്രായേലിനെ ദൈവം എങ്ങനെയാണ് മക്കളാക്കിയത്? ദത്തെടുത്തു അല്ലേ? ആ വാക്കിനെ വായിച്ചു. നിങ്ങളെ എന്ത് ചെയ്തു? ഞാനോ നിന്നെ ദത്തെടുത്തു. അപ്പൊ ദൈവത്തിൽ നിന്ന് ജനിച്ച മക്കൾ, പിന്നെ ആരാ? ദത്തെടുത്ത മക്കൾ. രണ്ടും നിയമപ്രകാരം മക്കൾ തന്നെയാണ്. പക്ഷെ മക്കൾ എങ്ങനെ വിളിക്കൂന്ന് ഓർത്തു? എന്റെ പിതാവേ. അപ്പാ, ഞാൻ ഈ പുതിയ ഭാഷാന്തരത്തിൽ വായിക്കട്ടെ. ഇവിടെ ദൈവം പറയും, ഞാൻ ഇങ്ങനെ ആത്മഗതം ചെയ്തു. എന്താണ്? എത്ര സന്തോഷത്തോടെ ഞാൻ നിന്നെ എന്റെ മക്കളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി, ജനതകളുടെ മനോഹര അവകാശവും സൗഖ്യപൂർണവുമായ ദേശവും നൽകാൻ ആഗ്രഹിച്ചു. നിങ്ങൾ എന്റെ അപ്പാ എന്ന് വിളിച്ച് എന്നെ വിട്ടുമാറാതിരിക്കുമെന്ന് ഞാൻ ചിന്തിച്ചു. ഇസ്രായേൽ ഗൃഹമേ, ഒരു സ്ത്രീ തന്റെ ഭർത്താവിനെ വഞ്ചനാപൂർവം വിട്ടുമാറുന്നതുപോലെ വഞ്ചനാപൂർവം നിങ്ങൾ എന്നെ വിട്ടുമാറിയിരിക്കുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. ഒരു സ്ത്രീ തന്റെ ഭർത്താവിനോട് ഏറ്റവും വിശ്വസ്തയായിരിക്കണം. കഴിഞ്ഞ ദിവസം കേട്ടു, വിശ്വാസം എന്ന് പറഞ്ഞ എന്താണ്? വിശ്വസ്തതയാണ്. വിശ്വസ്തയായിരിക്കണം. പക്ഷെ വഞ്ചനാപൂർവ്വം അവൾ എന്ത് ചെയ്തു? ഭർത്താവിൽ നിന്ന് അകന്നു മാറുന്നതുപോലെ നിങ്ങൾ എന്നെ വിട്ട് എന്ത് ചെയ്തു? ഇപ്പോൾ നിങ്ങൾ ആ ആത്മകഥ ഞാൻ ഇന്ന് നമ്മുടെ ഗ്രൂപ്പിൽ അത് ഇട്ടിട്ട് നിങ്ങൾ ആരെങ്കിലും കണ്ടായിരുന്നോ? ഈ വാക്യം എന്നെ വളരെ സ്പർശിച്ചു. നമ്മുടെ തൃശ്ശൂർ സെന്ററിന്റെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ആ വചനം ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ഇടയ്ക്കൊക്കെ ഗ്രൂപ്പൊക്കെ ഒന്ന് നോക്കണേ, പ്രയോജനമുള്ളത് എന്തെങ്കിലുമൊക്കെ കാണൂ കേട്ടോ. ഒന്ന് നോക്കണം. പോട്ടെ പ്രിയമുള്ളവരെ, അവിടെ പറയുന്ന വാക്ക് കണ്ടോ? ദൈവ ആത്മകഥം ചെയ്യുകയാണ്. എന്താണ്? ഞാൻ നിങ്ങളെ ദത്തെടുത്ത് എന്റെ മക്കളുടെ കൂട്ടത്തിലാക്കിയിരിക്കുന്നു. ഇങ്ങനെ ആക്കുമ്പോ ദൈവത്തിന്റെ ആഗ്രഹം എന്താ? നിങ്ങൾ എന്നെ അപ്പാന്ന് വിളിച്ചോണ്ട് എന്ത് ചെയ്യുമെന്ന്, എന്റെ പുറകെ വരുമെന്ന് ഞാന് ആഗ്രഹിച്ചു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അപ്പാന്ന് വിളിച്ചുകൊണ്ട് ആരുടെ പുറകെ പോണം? ആരുടെ പുറകെ പോണം? അപ്പന്റെ പുറകെ പോണം. പേടിക്കണോ? ഭയപ്പെടണോ? ഈ അപ്പന്റെ പുറകെ പോകാൻ ലോകത്തിൽ എന്തെല്ലാം ഭവിച്ചാലും, ആപത്തനർത്ഥങ്ങൾ അണഞ്ഞാലും താപം നമുക്കില്ലെന്ന് എന്തുകൊണ്ടാ? അപ്പന്റെ പുറകെ പോണേ. അപ്പന്റെ പുറകെ പോണേ. യേശുവിൻ ജനമേ, ഭയമെന്തിനകമേ, ലേശവും കലങ്ങേണ്ട, നാം അവൻ ദാസരായി വസിച്ചിടാൻ. എന്തിനാ കലങ്ങുന്നേ? നമ്മൾ ആരുടെ പുറകെ പോകുന്നേ? അപ്പന്റെ പുറകെയാണ് പോകുന്നത്. പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോ അപ്പാന്നൊന്ന് വിളിച്ചേ.
നമ്മുടെ രഹസ്യ പ്രാർത്ഥനയിലൊക്കെ ഇരിക്കുമ്പോൾ പറയണം, അപ്പാ, ഡാഡി, അപ്പാന്നൊന്ന് വിളിക്കുന്ന ഒരു അനുഭവം. അവിടെ നിന്റെ പിതാവാ, അവിടെ നിന്റെ അപ്പനാണ്, അവിടെ നിന്നെ വീണ്ടും ജനിപ്പിച്ച പിതാവാണ്. അപ്പാ, പിതാവേ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കാൻ സ്വപുത്രന്റെ ആത്മാവിനെ തന്ന് മക്കളെന്നുള്ള പദവിയിലേക്ക് അവിടെ നിന്നാണ് എന്നെ കൊണ്ടുവന്നത്. ഈ അപ്പന്റെ പ്രത്യേകത എന്നാണെന്നറിയാമോ? ഈ അപ്പൻ നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്നവനാണ്. ഈ ഭൂമിയിലെ ഒരു അപ്പന് മക്കളുടെ ആവശ്യം അറിയാമെങ്കിൽ സ്വർഗീയ പിതാവിന് തന്റെ മക്കളുടെ ആവശ്യം അറിയാതിരിക്കുമോ? യേശു കർത്താവ് ആവർത്തിച്ചു പറഞ്ഞു, എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് നിങ്ങൾ ജാതികളെ പോലെ ചഞ്ചല ചിത്തരാകണ്ട. പ്രിയമുള്ളവരെ, ഇതിനു വേണ്ടി നിങ്ങൾ ആരുടെയും പുറകെ ഓടണ്ട. കർത്താവിന്റെ വചനം കേൾക്ക്, അതിൽ ഉറയ്ക്ക്. ഈ അപ്പനും മക്കളും എന്ന ബന്ധത്തിൽ നിലനിൽക്ക്. ഈ അപ്പൻ എന്റെ ആവശ്യം അറിയുന്നവനാണ്. അപ്പനെന്റെ ആവശ്യം, അപ്പന്റെ 2-3 പ്രത്യേകത കൂടെ വേഗത്തിലൊന്ന് വേണേ കുറിച്ചു വെച്ചോ, നിങ്ങളത് പിന്നീട് വായിച്ച് ധ്യാനിക്കണം. പ്രിയമുള്ളവരെ, ലൂക്കോസ് സുവിശേഷം 12:30 ഇപ്പോൾ നാം പറഞ്ഞത്. യോഹന്നാന്റെ സുവിശേഷം 16:27. ഈ പിതാവിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? യോഹന്നാൻ 16:27 വാക്യം. നിങ്ങൾ എന്നെ സ്നേഹിച്ചു, ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് വിശ്വസിച്ചിരിക്കൊണ്ട് പിതാവ് താനും നിങ്ങളെ സ്നേഹിക്കുന്നു. എന്താണ് ഈ പിതാവിന്റെ പ്രത്യേകത? എന്താണ് പ്രത്യേകത? ഈ പിതാവ് എന്നെ എന്ത് ചെയ്യുന്നു? സ്നേഹിക്കുന്നു. എന്നെ സ്നേഹിക്കുന്ന പിതാവാണ്. യോഹന്നാൻ 15:23 വായിച്ച്. യോഹന്നാൻ 15:23. ഈ പിതാവിന്റെ പ്രത്യേകത എന്താണ്? എന്നെ പകയ്ക്കുന്നവൻ. യോഹന്നാൻ 14:23. യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും. എന്റെ പിതാവ് അവനെ സ്നേഹിക്കും. ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. എന്നെ സ്നേഹിക്കാത്തവൻ എന്റെ വചനം പ്രമാണിക്കുന്നില്ല. 14:23 വായിച്ചത്. യോഹന്നാൻ യോഹന്നാൻ 16:23. യോഹന്നാൻ 16:23. അന്നു നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കയില്ല. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ എന്റെ നാമത്തിൽ നിങ്ങൾക്ക് തരും. അവൻ എന്റെ നാമത്തിൽ നിങ്ങൾക്ക് തരും. ഈ പിതാവിന്റെ പ്രത്യേകത എന്താണ്? ഈ പിതാവിന്റെ പ്രത്യേകത, പുത്രന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ നമുക്ക് ആ പ്രാർത്ഥനയ്ക്ക് എന്ത് ചെയ്യും? ഉത്തരം. അപ്പൊ നമ്മൾ പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ആരുടെ കെയർ ഓഫിലാ ചോദിക്കണ്ടേ? പുത്രന്റെ. നമ്മുടെ ആരുടെയും കെയർ ഓഫിലല്ല. അതുകൊണ്ട് പ്രാർത്ഥിച്ചു നിർത്തുമ്പോൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നതിന് പ്രത്യേകതയുണ്ട്. അങ്ങനെ തന്നെ പറയണം. കാരണം നമ്മുടെ പ്രാർത്ഥന ആരുടെ നാമത്തിലാണ്? യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ്. യേശു പറഞ്ഞു, നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് ചെയ്തു തരും. അപ്പൊ പിതാവിന്റെ പ്രത്യേകത എന്താണ്? അവിടെ നിന്ന് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനാണ്. ലൂക്കോസ് 11:13. ലൂക്കോസ് 11:13. അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും. ഈ പിതാവിന്റെ പ്രത്യേകത എന്താണ്? തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ അധികം നൽകുന്നവനാണ്. അല്ലേ? പ്രിയമുള്ളവരെ, ഇനി 1-2 വാക്യം കൊണ്ട് നിങ്ങൾ കുറിച്ച് വെച്ചോ. നമുക്കത് പിന്നെ നിങ്ങൾ വായിച്ചാൽ മതി. 1 യോഹന്നാൻ 4:14-15 വാക്യം വായിക്കുമ്പോ ഈ പിതാവ് നമ്മിൽ വസിക്കുന്നു എന്ന് നമുക്ക്